എന്തുകൊണ്ടായിരിക്കും കൊമേഴ്സ് എന്നുള്ളതിനെ കൂടുതൽ ഇത്രമേൽ ചർച്ച ചെയ്യപ്പെടുന്നത്? സയൻസ് സ്റ്റുഡൻസ് പോലും കൊമേഴ്സിലേക്ക് വരുന്ന ഒരു സാഹചര്യം. സയൻസിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ കുറച്ചും കൂടെ ലെങ്തിയാണ്. രണ്ടാമത് ഇതിന്റെ ഒരു കോസ്റ്റ് ആസ്പെക്ട് ആണ്. ഇപ്പൊ ഇന്ത്യയിലുള്ള നമ്മൾ CA CMA ഒക്കെ പോലുള്ള കോഴ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഇത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. +2 റിസൾട്ട് വന്നതിന്റെ ശേഷമാണ് ഈ കോഴ്സിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ICMSN പോലത്തുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ ക്യാമ്പസ് ലൈഫിലൂടെയാണ് ഇത്തരം പ്രൊഫഷണൽ കോഴ്സുകൾ കൊടുക്കുന്നത്. ആ ഒരു ക്യാമ്പസ് ലൈഫ് നഷ്ടമാവാതെ നേരത്തെ തന്നെ ഇവർക്ക് പ്രൊഫഷണൽ ആവാനുള്ള ഓപ്ഷന് ഈ മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സംഖ്യകളാണ്, എമൗണ്ടുകളാണ്. പ്രൊഫഷണൽ കോഴ്സുകൾ, കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം? +2 സ്റ്റാർട്ട് ചെയ്യണോ, ഡിഗ്രിക്ക് സ്റ്റാർട്ട് ചെയ്യണോ, അതോ 10ാം ക്ലാസ്? ഫ്യൂച്ചറിൽ പലപ്പോഴും ജോബിന് വേണ്ടി പോകുന്ന സമയത്തൊക്കെ ഇവർ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. +2 ഡിഗ്രി പരീക്ഷകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, റിസൾട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. ഈ സന്ദർഭത്തിലാണ് ICMSൻ്റെ മറ്റൊരു പോഡ്കാസ്റ്റ്, വിദ്യാഭ്യാസ ലോകത്തിന് വേണ്ടി കരിയർ സാധ്യതകളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന പോഡ്കാസ്റ്റ്. സ്വാഭാവികമായിട്ടും കൊമേഴ്സ് പ്രൊഫഷണൽ മേഖലകളെക്കുറിച്ചുള്ള അത് സംബന്ധിച്ച സംസാരങ്ങൾ തന്നെയാണ് ICMSൻ്റെ പോഡ്കാസ്റ്റിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം, ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം തൊഴിലിലേക്ക് കടക്കുന്ന ആളുകളാണ്. അത് ഏത് തരം തൊഴിലിലേക്ക് പോകണം, എന്തായിരിക്കണം അവരുടെ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡ്, ഇതിന് തീരുമാനമെടുക്കേണ്ട പ്രധാന ഘട്ടമാണ് ഈ വെക്കേഷൻ സമയങ്ങൾ എന്നുള്ളത്. നമുക്ക് നമ്മുടെ മുമ്പിൽ CMA അനസ് സാറുണ്ട്, അഡ്വക്കേറ്റ് സൽമാൻ സാറും അഡ്വക്കേറ്റ് അഹമ്മദ് മുഷ്രിഫ് സാറും ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇവരുമായിട്ട് ഒരു ഡിസ്കഷൻ ആവാം. എന്താണ് കൊമേഴ്സ് വേൾഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ? കൊമേഴ്സ് പഠന രംഗത്തേക്ക് ഏത് ഘട്ടം മുതൽ, 10ാം ക്ലാസ് കഴിഞ്ഞോ, അതോ +2 കഴിഞ്ഞോ, അതോ ഡിഗ്രി കഴിഞ്ഞിട്ടോ, എങ്ങനെ തുടങ്ങണമെന്നുള്ളത്. നമുക്ക് സർ, വെൽക്കം ടു ദിസ് ടോക്ക് വൺസ് അഗൈൻ. താങ്ക് യു. നമ്മളെ ഈ തുടക്കം 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ ഇപ്പോൾ റിസൾട്ട് വരാനിരിക്കുന്നു, 10ാം ക്ലാസ് കഴിഞ്ഞു റിസൾട്ട് വരാനിരിക്കുന്നു, അതുപോലെ ഡിഗ്രിയും ഉണ്ട്. നമ്മൾ പ്രൊഫഷണൽ കോഴ്സുകൾ, കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം? +2 സ്റ്റാർട്ട് ചെയ്യണോ, ഡിഗ്രിക്ക് സ്റ്റാർട്ട് ചെയ്യണോ, അതോ 10ാം ക്ലാസ്സോ? എങ്ങനെ തുടങ്ങുന്നു അനസ് സാർ? കൊമേഴ്സ് മേഖലയിൽ ഒത്തിരി കോഴ്സുകളുണ്ട്. ഇപ്പോൾ CA ആയിക്കോട്ടെ, CMA ആയിക്കോട്ടെ, അതുപോലെ തന്നെ CS ആയിക്കോട്ടെ, ACC ആയിക്കോട്ടെ, CMA US ആയിക്കോട്ടെ. ഈ കോഴ്സുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th പാസ്സാവുക എന്നുള്ളതാണ്. പക്ഷെ 10th പാസ്സായി കഴിഞ്ഞാലും ഇതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, നമ്മൾ അതിലേക്ക് സംസാരിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും കുട്ടികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ +2 റിസൾട്ട് വന്നതിൻ്റെ ശേഷമാണ് ഈ കോഴ്സിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത്. പക്ഷേ റിസൾട്ട് വരേണ്ട ആവശ്യമില്ല. റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഇത്തരം കോഴ്സുകൾക്ക് പ്രൊവിഷണലായിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രൊവിഷണലായിട്ട് അഡ്മിഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ +2 പരീക്ഷ എഴുതിയിട്ടുള്ള ഹാൾ ടിക്കറ്റ് വെച്ചിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിഷൻ എടുക്കാൻ പറ്റും. എന്നിട്ട് അവരുടെ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള കോഴ്സുകളുടെ ഫൗണ്ടേഷൻ ലെവൽ പരീക്ഷയ്ക്ക് എഴുതുന്നതിന് മുന്നേ അവരുടെ +2 മാർക്ക് ഷീറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ പരീക്ഷ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള സ്കീം അവൈലബിൾ ആണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ +2 പരീക്ഷയുടെ റിസൾട്ട് വരണം എന്ന് നിർബന്ധമില്ല ഇത്തരം കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യും. കൊമേഴ്സ് കോഴ്സുകൾക്ക് എൻറോൾ ചെയ്യാൻ +2 റിസൾട്ട് വരേണ്ടതില്ല. ഓക്കെ, അതോടൊപ്പം തന്നെ +2ന് ശേഷം തന്നെ തുടങ്ങുന്നതാണ് അഭികാമ്യം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ +2 പരീക്ഷ നമുക്ക് മാർച്ചിൽ തീരും. മാർച്ചിൽ തീർന്നു കഴിഞ്ഞാൽ അവിടെ ഏപ്രിൽ മെയിൽ 2 മാസം വെക്കേഷൻ വരുന്നുണ്ട്. ആ വെക്കേഷനിൽ തന്നെ കുട്ടികൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ വെക്കേഷൻ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ജൂണിൽ വരുന്ന CMA സംബന്ധിച്ചാണ് ജൂണിൽ വരുന്ന CMA ഫൗണ്ടേഷൻ പരീക്ഷ എഴുതാൻ പറ്റും. ഇപ്പോൾ CA സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് CAയുടെ ഫൗണ്ടേഷൻ പരീക്ഷ നിയറസ്റ്റ് ആയിട്ട് വരുന്ന സെപ്റ്റംബർ ടേമാണ്, അത് അവർക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ASC ആണെങ്കിൽ അവർക്ക് എഴുതാൻ പറ്റും. പക്ഷേ പലപ്പോഴും കുട്ടികൾ ഇതിനെക്കുറിച്ച് അവെയർ ആവാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ +2 റിസൾട്ടിന് ശേഷമാണ് പലപ്പോഴും കുട്ടികൾ ജോയിൻ ചെയ്യുന്ന പ്രവണത നമ്മൾ കാണുന്നത്. സൽമാൻ സാർ, ഇതേ ഒരു ചോദ്യം ഇപ്പോൾ നമ്മൾ +2 കുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ പക്ഷം ആളുകൾക്കെങ്കിലും നേരത്തെ തന്നെ കോഴ്സുകളെ കുറിച്ച് ധാരണ ഉണ്ട്, അതിനെക്കുറിച്ച് ഇന്നതാവണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ നേരത്തെ തന്നെ നമ്മുടെ ഇപ്പോൾ CA CMA ഒക്കെ ആണെങ്കിൽ ജനുവരി ഫെബ്രുവരി സമയത്ത് എൻറോൾ ചെയ്യുന്നു. വെക്കേഷൻ സമയത്ത് +2 റിസൾട്ട് കാത്തു നിൽക്കാതെ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിലെന്താണ് ആഡ് ചെയ്യാനുള്ളത് അങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക്? അങ്ങനെ ചെയ്യുമ്പോൾ ഫലത്തിന് കോഴ്സിൻ്റെ ഒരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ, ഓരോ കോഴ്സുകൾക്കും അതിൻ്റെ ഒരു ഡ്യൂറേഷൻ. നമ്മൾ ഫൗണ്ടേഷൻ ഫസ്റ്റ് ലെവലിനൊക്കെ ഒരു 6 മാസമാണ് അതിൻ്റെ ഡ്യൂറേഷൻ കാണുന്നത്. അത് ആ ഒരു 6 മാസം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നേരത്തെ തുടങ്ങാം. പക്ഷേ ഈ പറഞ്ഞ പോലെ നേരത്തെ രജിസ്ട്രേഷൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കോഴ്സുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ.
അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ മൊത്തം ഡ്യൂറേഷൻ, അതായത് കോഴ്സ് പൂർത്തീകരിക്കുന്നത് നേരത്തെ ആക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. അവര് ഇതിലിപ്പോ രജിസ്ട്രേഷൻ കഴിഞ്ഞു, ജനുവരിയിൽ ആ സമയത്ത് രജിസ്ട്രേഷൻ കഴിഞ്ഞു. പഠനത്തിന് വേണ്ടി റിസൾട്ടിന് വെയിറ്റ് ചെയ്യണ്ട, പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും റിസൾട്ട് വരിക, അതായത് +2. അപ്പോൾ എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷന് അതിനോടൊക്കെ ആയി. അപ്പൊ ഇനി ചേരാൻ ആലോചിക്കുമ്പോഴേക്കും എക്സാം എഴുതാനുള്ള സമയം വൈകാണ്. ഇത് സേവ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. ഓക്കെ. അതോടൊപ്പം തന്നെ ഇപ്പോൾ +2 ഡിഗ്രി, ഇപ്പോൾ ഈ ഡിഗ്രി കഴിയുന്ന കുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൊമേഴ്സിൻ്റെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഡിഗ്രി കഴിയുന്നത് നേരെ ഇൻ്റർമീഡിയറ്റിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു സാധ്യതയുണ്ട്. എന്താണ് ഈ ഒരു എൻട്രിയുടെ ഒരു അവസ്ഥ? ഡിഗ്രി കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്താണ്? അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടങ്ങൾ? നമ്മൾ പിന്നെ ഇപ്പോൾ CA ആയിക്കോട്ടെ, നമ്മൾ കൊമേഴ്സ് മേഖലയിലുള്ള പ്രൊഫഷണൽ കോഴ്സ് CA ആയിക്കോട്ടെ, CMA ആയിക്കോട്ടെ, CS ആയിക്കോട്ടെ, ഈ 3 കോഴ്സിനും 3 സ്റ്റേജസ് ആണുള്ളത്. ഫൗണ്ടേഷൻ, ഇൻ്റർ, ഫൈനൽ. നമ്മൾ CS-ലാവുമ്പോൾ അതിൻ്റെ ഒരു പേര് മാറ്റണ്ടേ, എക്സിക്യൂട്ടീവ് ലെവൽ, പ്രൊഫഷണൽ ലെവൽ എന്നൊക്കെ പറയും. ഈ 3 കോഴ്സിലും ജോയിൻ ചെയ്യാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സാവുക. പക്ഷേ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് വരികയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഇവർക്ക് എക്സംഷൻ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ആകെ ചിലവഴിക്കേണ്ടി വരുന്നത് ആകെ 6 മാസമാണ്. അപ്പോൾ ആ ഒരു 6 മാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ 3 വർഷമാണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അത് ഡിഗ്രിക്ക് 3 വർഷം പോയിട്ട് നമ്മൾ വീണ്ടും ഈ പ്രൊഫഷണൽ കോഴ്സിന് വരുമ്പോൾ നമുക്കവിടെ ആകെ നഷ്ടമാകുന്നത് ഏകദേശം 2.5 വർഷത്തോളം നമ്മൾ കരിയറിന് നഷ്ടമാകുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡിഗ്രിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ക്യാമ്പസ് ലൈഫ് കിട്ടുന്നുണ്ട്, പലതരത്തിലുള്ള സോഫ്റ്റ് സ്കിൽ കിട്ടുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ICMS പോലത്തുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ ക്യാമ്പസ് ലൈഫിലൂടെയാണ് ഇത്തരം പ്രൊഫഷണൽ കോഴ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാമ്പസ് ലൈഫ് നഷ്ടമാവാതെ നേരത്തെ തന്നെ ഇവർക്ക് പ്രൊഫഷണൽ ആവാനുള്ള ഓപ്ഷന് ഈ മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു പക്ഷം. ഇതിനോട് കൂടെ ആഡ് ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഗ്രി നമുക്ക് ഈ കോഴ്സുകൾ ചെയ്യുന്നതോട് അതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഡിഗ്രി അതിൻ്റെ കൂടെ ചെയ്യുമ്പം പല രക്ഷിതാക്കളെ ഒരു ആശങ്കയാണ്, ഓൾറെഡി ഇതെല്ലാം നല്ല ടഫസ്റ്റ് ആയിട്ടുള്ള കോഴ്സുകളല്ലേ, കൂട്ടത്തിൽ ഡിഗ്രിയും കൂടിയും ചെയ്യുമ്പം അത് അധികം കുട്ടികളെ പഠനഭാരം കൂടുന്നതല്ലേ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഡിഗ്രിക്ക് ആവശ്യമുള്ള ഒരുവിധം കൊമേഴ്സിലെ നല്ല പേപ്പറുകളെല്ലാം നമ്മൾ ഇത്തരം കോഴ്സുകളിൽ വളരെ ഡീപ്പായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഗ്രി വീണ്ടും അങ്ങനെ അധികമായിട്ട് പഠിക്കാനൊന്നുമില്ല, ലാംഗ്വേജ് അടക്കമുള്ള ചില പേപ്പറുകൾ മാത്രമേ അധികമായിട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ ഒന്നിച്ച് തന്നെ ആ ഒരു സമയം കളയാതെ ഒരു പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതോട് കൂടി തന്നെ ഇവർക്ക് ഡിഗ്രിയും കൂടി ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. സാർ, അതിൻ്റെ കൂടെ ചേർക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പിന്നെ CA ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, ഇവരൊക്കെ IGNOU യൂണിവേഴ്സിറ്റി പോലത്തുള്ള യൂണിവേഴ്സിറ്റികളായിട്ട് MOUകളുണ്ട്. അപ്പോൾ അവിടെ പല കോഴ്സുകൾക്കും ഇപ്പോൾ CA ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞാലും CMA ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞാലൊക്കെ പേപ്പർ എക്സംഷനും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി അത്ര വലിയൊരു എന്താ പറയുക, ഒരു കോംപ്ലിക്കേറ്റഡ് കാര്യമല്ല ഇത്തരം പ്രൊഫഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച്. എന്നാൽ പോലും ICMS-ൽ വരുന്ന കുട്ടികളെ നമ്മൾ ഡിഗ്രി രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഫൗണ്ടേഷൻ ഘട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, IGNOൻ്റെ ഡിഗ്രി രജിസ്റ്റർ ചെയ്യിപ്പിക്കും. അവർക്ക് ലാംഗ്വേജസ് ആയിട്ട് CMൻ്റെ കൂടെ ഇല്ലാത്ത ടോപ്പിക്കുകൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഫ്രീ ആയിട്ട് തന്നെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കുട്ടികൾ 3 വർഷം കഴിയുമ്പോഴേക്കും സിമ്പിളായിട്ട്, പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇടാതെ തന്നെ CMAക്ക് നമ്മൾ കൊടുക്കുന്ന ക്ലാസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെ എല്ലാ കുട്ടികളും ഡിഗ്രി ക്വാളിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ICMS-ൽ +2 കഴിഞ്ഞ കുട്ടിക്ക് ഡിഗ്രി പോകുക എന്നുള്ളൊരു ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ കൂടെ തന്നെ എന്തായാലും ആ 3 വർഷം കഴിയുമ്പോൾ, ഇപ്പോൾ 4 വർഷമാണ് ഈ 4 വർഷം കഴിയുമ്പോൾ തന്നെ ഈ കുട്ടികൾ ഡിഗ്രി എന്തായാലും ക്വാളിഫൈഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ICMS-ലേക്ക് എത്തുന്ന ഒരു കുട്ടി, പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ഉറപ്പ് നമുക്ക് നൽകാൻ പറ്റുന്ന, അതായത് CMA ആവട്ടെ, CS ആയിക്കോട്ടെ, CA ആയിക്കോട്ടെ, പ്ലസ് BCom ഡിഗ്രി കയ്യിലുണ്ടാവും. ഡിഗ്രിയോട് കൂടിയാണ് പൂർത്തീകരിക്കാൻ. അതിന് അഡീഷണൽ കോച്ചിങ് ഫീ കാര്യങ്ങൾ ഒന്നും ആവശ്യമില്ല. പിന്നെ ലാംഗ്വേജസ് ആണ് ഇതിൻ്റെ കൂടെ വരാത്തത്, അത് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ കൊടുക്കാറുണ്ട്. ഡിഗ്രി നിർബന്ധമാണ്. അതായത് ഇപ്പോൾ ചില കമ്പനികൾ CMA + BCom അല്ലെങ്കിൽ CA + BCom പറയുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒന്ന് ഇത് ചോദിച്ചോട്ടെ, ഈ CA CMA CS ഒക്കെ കഴിഞ്ഞാൽ PGക്ക് ഇക്വലൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ഡിഗ്രി ചെയ്യുന്നതും അല്ലാതെ അതിൻ്റെ ഒരു ഇക്വലൻസി ഉപയോഗപ്പെടുത്തുന്നതും, അതിൻ്റെ ഈക്വലൻസി എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് CMA ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കാണ് CMA എന്തായി മാറുന്നത്, PGക്ക് ഈക്വലൻ്റായി മാറുന്നത്. അങ്ങനെ +2 കഴിഞ്ഞ് വരുന്ന കുട്ടിയെ സംബന്ധിച്ച് ഒരിക്കലും CMA എന്തല്ല, PGക്ക് ഈക്വലൻ്റ് അല്ല, അത് ഡിഗ്രിക്ക് ഈക്വലൻ്റാണ്.
നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഒരു ആൻസർ ആണത്. നമുക്കൊന്നുകൂടെ കൊമേഴ്സ് പ്രൊഫഷണൽ രംഗത്തേക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് അകത്തേക്ക് കടക്കുമ്പോൾ കോഴ്സുകൾ ഒരുപാടുണ്ട്. ഈ കോഴ്സുകളെല്ലാം +2 കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണോ നല്ലത്, അത് ഡിഗ്രി കഴിഞ്ഞു? ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ കോഴ്സുകളുണ്ട്, അതിനെ 3 ആക്കിയിട്ട് CA CMA CS എന്നും പറയാം. മറ്റുള്ള കോഴ്സുകൾ അതിൽ പ്രധാനമായിട്ടും ACCA USCMA CPA CIMA ഇങ്ങനെയൊക്കെ വരുന്നത്. ഇതിൽ എല്ലാത്തിനും നമ്മൾ ഈ പറയുന്ന പോലെ +2 കഴിഞ്ഞിട്ട് തന്നെ ആവണം? അതല്ല, ഇപ്പോൾ ഞാൻ കേട്ടത് USCMA പോലത്തെ കോഴ്സുകൾ അത് ഡിഗ്രി മസ്റ്റാണ് എന്ന് പറയുന്നുണ്ട്. എന്ത് തോന്നുന്നു അത്? ഇതിൽ പിന്നെ ഷെസർ പറഞ്ഞ പോലെ കോഴ്സുകൾ 2 തരത്തിലുണ്ട്. ഇന്ത്യൻ കോഴ്സുകളുണ്ട്, ഫോറിൻ കോഴ്സുകളുണ്ട്. എല്ലാ കോഴ്സിലേക്കും ജോയിൻ ചെയ്യാൻ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th or +2 കഴിയുക എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും നമ്മളെ CMA USA എന്നുള്ളൊരു കോഴ്സുണ്ട്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർ ജോയിൻ ചെയ്താൽ മതി എന്നുള്ളൊരു പോളിസിയാണ് ICMS എടുക്കാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി, ഒരു സ്റ്റുഡൻറ്റ് നമ്മൾ +2 കഴിഞ്ഞ ശേഷം CMA US ജോയിൻ ചെയ്തു, 1 വർഷം കൊണ്ട് CMA US കംപ്ലീറ്റ് ചെയ്ത് അസ്യൂം ചെയ്യുക. പക്ഷേ ആ കുട്ടിക്ക് ഡിഗ്രി കഴിയാൻ വീണ്ടും ഒരു 3 വർഷമുണ്ട്. പക്ഷേ ആ കുട്ടീൻ്റെ കയ്യിൽ CMA US സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ 1 വർഷം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് കുട്ടിക്ക് എന്ത് ചെയ്യുന്നില്ല, 3 വർഷം വൈകും. 3 വർഷം വീണ്ടും വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇതേ സമയം CMA India, CA, ACCA, CS പോലുള്ള കോഴ്സുകൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് +2 കഴിഞ്ഞ് ഉടനെ ജോയിൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ACCയുടെ കാര്യത്തിലും കൂടെ ഇപ്പോൾ ഇന്ത്യൻ കോഴ്സുകൾ ഓക്കെ, ഓഫ് കോഴ്സ് +2 കഴിഞ്ഞിട്ട് തുടങ്ങുകയാണ് നല്ലത്, അത് ഡെഫിനറ്റ്ലി ഓക്കെ. ACCയുടെ കാര്യത്തിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ പറയുന്നത് എക്സംഷൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എക്സംഷൻസ് എടുത്തു പോകുന്നോ അതല്ല +2 കഴിഞ്ഞിട്ട് തന്നെ തുടങ്ങുന്നോ? എന്താണ് അതിൻ്റെയും ഒരു ക്ലാരിറ്റി? ഈ എക്സംഷൻ എടുക്കുകയാണെങ്കിൽ ഒരു ലെവൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എക്സംഷൻ എടുത്തു പോകുന്നത് നല്ലതാണ്. ആരെ സംബന്ധിച്ച്? ഓൾറെഡി CAയോ CMA ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആളുകൾ, പ്രൊഫഷണൽസിനെ സംബന്ധിച്ച് അവരുടെ മദർ ബോഡിനേറ്റ് ACCA ബോഡി MOU ഉണ്ടായതിന് ഫലമായിട്ട് ഇവർക്ക് എക്സംഷൻ കിട്ടുന്നുണ്ട്. അത്രയും ആളുകൾക്ക് എക്സംഷൻ എടുക്കുക. കാരണം ഓൾറെഡി ഈ സബ്ജക്റ്റിൽ ഇവരെന്താണ് പിന്നെ അത്രയും പിന്നെ അവർ ഇതിൽ എക്സ്പേർട്ടാണ്. അതേസമയം ഡിഗ്രി പഠിച്ചു വന്നിട്ട് പിന്നെ പേപ്പർ എക്സംഷൻ എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇവർ ഈ പേപ്പറിൽ എക്സ്പേർട്ട് അല്ല. അപ്പോൾ ഈ കുട്ടികൾ ഇത്ര എക്സംഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ പലപ്പോഴും ജോബിന് വേണ്ടി പോകുന്ന സമയത്തൊക്കെ ഇവർ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാം. ഇൻഡസ്ട്രി എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ലെവൽ പേപ്പർ നോളജോ അതല്ലെങ്കിൽ കാര്യങ്ങൾ അവർക്ക് അറിയാത്തത് കൊണ്ടുള്ള സ്ട്രഗിളിംഗ് ആണ്. അപ്പോൾ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികളും ഈ വിഷയത്തിൽ കോൺഷ്യസ് ആണ് എന്ന് വേണം കരുതാൻ. ചിലർ അങ്ങനെ മാനദണ്ഡം വെക്കലുണ്ട്, ഡിഗ്രിയും കൂടി കഴിഞ്ഞു എന്നുള്ള എക്സംഷൻ പരിഗണിക്കാറുണ്ട്, അങ്ങനെ എടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമ്മൾ പുതിയ ഒരു ചാൻസസ് വരുന്നുണ്ട്, CPA CIMA EA പോലത്തെ കോഴ്സുകളൊക്കെ. ഇതൊക്കെ ഏത് ലെവലിലാണ് നിൽക്കുന്നത്? ഇപ്പോൾ ഇന്ത്യൻ CA CMA CS ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, USCMA ACCA മറ്റു കോഴ്സുകൾ, ഇതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ എങ്ങനെ? ഇപ്പോൾ നമ്മൾ പിന്നെ സാറ് പറഞ്ഞ CPA CIMA എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും കൂടിയും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ പിന്നെ ഇന്ത്യൻ കോഴ്സുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഗ്ലോബലി ഇത്രയും കൂടി റെക്കഗ്നീഷനുള്ള കോഴ്സുകളാണ് CPA CIMA എന്നൊക്കെ പറയുന്നത്. ഒരു 10 വർഷം മുന്നേ വരെ ഈ ഇത്തരം കോഴ്സുകൾ വല്ലാതെ ഇന്ത്യയിൽ അത്ര ഫെമിലിയർ ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി അതിലേക്കും കൂടി കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻറോൾ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ CIMA സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ CMA കഴിഞ്ഞ ആളുകൾക്ക് അതിൽ എക്സംഷൻ ഉണ്ട്. CPA സംബന്ധിച്ചാണെങ്കിൽ എക്സംഷൻ നിലവിലില്ല, വരുമെന്നുള്ളതാണ് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകൾ CPA CIMA പോലുള്ള കോഴ്സുകൾ ഇത്രയും കൂടി കുട്ടികൾക്ക് പിന്നെ എക്സ്പോഷർ തരുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും കിട്ടും എന്നുള്ളതാണ് നിലവിലൊരു സാഹചര്യം. ഓക്കെ, ഒരു ഓപ്പൺ ക്വസ്റ്റ്യൻ ഉണ്ട്, ആർക്കും എടുക്കാവുന്നതാണ്. ഈ കൊമേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൂടുതൽ പേര് ഇപ്പോൾ കൊമേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും കൊമേഴ്സ് എന്നുള്ളതിനെ കൂടുതൽ ഇത്രമേൽ ചർച്ച ചെയ്യപ്പെടുന്നത്? സൽമാൻ സർ. അങ്ങനെ ഉണ്ടോ? എനിക്ക് തോന്നുന്നത് നമ്മളൊരു ശ്രദ്ധിക്കുന്ന ഏരിയ നമ്മളങ്ങനെ കാണുന്ന അങ്ങനെയല്ലേ ഉള്ളൂ അല്ലേ? എനിക്ക് തോന്നിയൊരു കാര്യം എന്നുള്ളത്, സയൻസ് സ്റ്റുഡൻസ് പോലും കൊമേഴ്സിലേക്ക് വരുന്ന ഒരു സാഹചര്യം.
ഈവൻ ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾ പോലും കൊമേഴ്സ് എടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നവർ വീണ്ടും കൊമേഴ്സിലേക്ക് തന്നെ തിരിച്ചു വരിക. ഇതൊക്കെ സംഭവിക്കുന്നത് കൊമേഴ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ശരി, അങ്ങനെ ഒരു ട്രെൻഡ് നിലവിലുണ്ട്. സയൻസൊക്കെ പഠിക്കുന്ന കുട്ടികൾ പിന്നീട് കൊമേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇത്തരം പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യാനായിട്ട്. അത് ഞാൻ മനസ്സിലാക്കുന്ന കാരണം, ഒന്ന്, സയൻസിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ കുറച്ചും കൂടെ ലെങ്തിയാണ്, ഡ്യൂറേഷൻ കൂടുതലാണ് കൊമേഴ്സിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. രണ്ടാമത് ഇതിൻ്റെ ഒരു കോസ്റ്റ് ആസ്പെക്റ്റാണ്. ഇപ്പോൾ ഇന്ത്യയിലുള്ള നമ്മൾ CA CMA ഒക്കെ പോലുള്ള കോഴ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഇത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഭയങ്കര ഇവരെ ഒരുപാട് പഠിക്കാനുണ്ട്, പാസിംഗ് റേറ്റ് കുറവാണ്. പക്ഷേ രജിസ്ട്രേഷൻ ഫീസ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ പഠിക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഓപ്പർച്യൂണിറ്റീസ് അല്ലേ മുഷരിഫ് സാറേ, ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലും മുമ്പൊക്കെ BTechനൊക്കെ മുമ്പൊക്കെ ഉണ്ടായിരുന്ന അത്രത്തോളം ഒരു സാധ്യതകൾ ഇപ്പം ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകളും കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം. പക്ഷേ ഇൻഡസ്ട്രിക്ക് എത്ര ആളെയാണോ ആവശ്യമുള്ളത് അത്ര ആളുകൾ ഇപ്പോഴും ക്വാളിഫൈ ചെയ്ത് കഴിയാത്ത കോഴ്സുകളാണ് കൊമേഴ്സിലുള്ള CA CMA ഒക്കെ പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ അല്ലേ? സൽമാൻ സാർ പറഞ്ഞതിലേ നമ്മുടെ CA CMA CS പോലുള്ള പ്രൊഫഷണൽസ് ഇന്ന് സത്യം പറഞ്ഞാൽ അതിൻ്റെ എണ്ണം കുറവ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ CA നോക്കുകയാണെങ്കിൽ ബിലോ 5 lakh ഉള്ളൂ മെമ്പേഴ്സ്. അതുപോലെ CMA അതുപോലെ CS ബിലോ 1 lakh ആണ്. ഇന്നലെ വന്നൊരു നോട്ടിഫിക്കേഷനിൽ കണ്ടു, നമ്മൾ കൊൽക്കത്ത ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഒരു കമ്പനിക്ക് 15 ലക്ഷമാണ് ഫൈൻ ഇട്ടത്. എന്തിനാന്ന് വെച്ചാൽ അവിടെ ഒരു കമ്പനി സെക്രട്ടറി ഇല്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ ഈ കമ്പനി കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ ഇത്ര ആളുകൾ ക്വാളിഫൈ ചെയ്ത കമ്പനി സെക്രട്ടറീസിൻ്റെ എണ്ണം കുറവാന്നാണ്. അതൊരു എക്സ്ക്യൂസ് അല്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ഇത്രയും ആളുകൾ ഇനിയും എന്തുണ്ട്, മാർക്കറ്റിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരം കോഴ്സുകളിലേക്ക് ഇനിയും കുട്ടികൾ ജോയിൻ ചെയ്ത് ഇത്തരം പ്രൊഫഷണൽ ആവണം എന്നാണ് നമുക്കൊരു അഡ്വൈസ്. അത് മാത്രമല്ല, നമ്മുടെ CA ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഇത്രയും കൂടി മെമ്പേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം 2047 ആകുമ്പോഴേക്കും 2047 അതുകൊണ്ട് അവരുടെ മെമ്പേഴ്സിൻ്റെ എണ്ണം 10 ഇരട്ടിക്ക് ആക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മാർക്കറ്റിൽ ഈ കോഴ്സിന് എന്തുണ്ട്, നല്ല ഡിമാൻഡ് ഉണ്ട്. സാർ പറഞ്ഞ ഈ കേസ് സ്റ്റഡി വെച്ചിട്ട് ഇപ്പോൾ കമ്പനി സെക്രട്ടറി ഷോർട്ടേജാന്ന് പറഞ്ഞല്ലോ, നമ്മളെ നാട്ടിലടക്കം പല കുട്ടികൾക്കും അറിയില്ല, അതായത് പല പാരൻസിനും അറിയില്ല കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നൊരു കോഴ്സും അങ്ങനെ പ്രൊഫഷൻ ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. പിന്നെ സ്ഥാപനങ്ങളും കുറവാണ്. നമ്മൾ ഈ വർഷം തുടങ്ങുന്നുണ്ട് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളിൽ വളരെ മികച്ച 3 എന്ന് പറയുന്ന നമ്മൾ പറയുന്ന പോലെ CA CMA CS. അതിൽ CS ആണ് കമ്പനി സെക്രട്ടറി. ഏതൊരു കമ്പനിക്കും ഒരു കമ്പനി സെക്രട്ടറി വേണം. അങ്ങനെ ഇല്ലാത്തതിൻ്റെ ഫൈനിൻ്റെ ഒരു സ്റ്റോറിയാണ് അൻസർ പറഞ്ഞത്. 15 ലക്ഷം ഫൈൻ, അയാൾ ആളില്ലാഞ്ഞിട്ട്. അതുമാത്രമല്ല, കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് ആ ബോർഡ് മീറ്റിങ്ങിൽ നമ്മുടെ MDൻ്റെ അടുത്തോ അല്ലെങ്കിൽ അതിൽ കീ പൊസിഷനിലുള്ള ആളുകളെ എടുത്തിരിക്കേണ്ട ഒരാളാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ KMP കീ മാനേജറിയൽ പേഴ്സണൽ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അതിൽ CFO ആർക്കും ആവാം. പക്ഷെ കമ്പനി സെക്രട്ടറി ആർക്ക് മാത്രമേ ആവാൻ പറ്റുള്ളൂ? ICSIയുടെ മെമ്പറിന് മാത്രമേ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കോഴ്സാണ് CS എന്ന് പറയുന്നത്. പക്ഷെ മുഷരിഫ് സാർ പറഞ്ഞ പോലെ പലപ്പോഴും അറിയപ്പെടാതെ പോകുന്ന ഒരു കോഴ്സാണ് കമ്പനി സെക്രട്ടറി എന്ന്. ഒരു 2 ആഴ്ച മുമ്പ് എനിക്ക് കിട്ടിയൊരു പീസ് ഓഫ് ഇൻഫോർമേഷൻ, നമ്മുടെ കാലിക്കറ്റ് പോലും 15 lakh സാലറീഡ് ആയിട്ടുള്ള CS വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും കുട്ടികൾ അതിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിദ്യാഭ്യാസ ഒരു അവയർനെസ്സിൽ CS എത്തിയിട്ടില്ല എന്നുള്ളതാണ്. വേറൊരു കാര്യമുള്ളത്, ന്യൂജൻ പിള്ളേർക്ക് വേണ്ടത് പെട്ടെന്ന് കോഴ്സ് നടത്തണം, അതുപോലെ പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യണം, പെട്ടെന്ന് നല്ല ശമ്പളം കിട്ടണം. ഇതിനും കൂടെ സാധ്യമാണ് കൊമേഴ്സ് എന്നുള്ള തോന്നൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു കുട്ടികൾ ഇതിലേക്ക് കൂടുതൽ ഷിഫ്റ്റ് ചെയ്യുന്നത്. എന്തായിരിക്കും അതിൻ്റെ ഒരു ഉത്തരം? ഈ ജനറേഷൻ മാറുന്നതിനനുസരിച്ചേ ഈ പുതിയ തലമുറ, അതല്ലെങ്കിൽ ആ പുതിയ തലമുറയിലുള്ള കുട്ടികൾ ശരിക്കും റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാണ് അല്ലേ? അങ്ങനെ വേണം കരുതാൻ. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തമായിട്ട് ഏൺ ചെയ്യണമെന്നും അല്ലെങ്കിൽ ഫാമിലിനൊക്കെ ഷോൾഡർ ചെയ്യണം എന്നൊക്കെ ശരിക്ക് ഇവർക്കൊരു ആഗ്രഹമുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ ഒരു പാഷനേറ്റ് ആണ് ഇപ്പോൾ ഉള്ള കുട്ടികൾ.
അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ തിരയുമ്പം അവർക്ക് പറ്റിയ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ശരിക്കും കൊമേഴ്സിലെ പ്രൊഫഷണൽ കോഴ്സുകൾ എന്ന് പറയുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ അധ്വാനിച്ചിട്ട് ഒരു പൊസിഷനിൽ എത്തുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ ചേർത്ത് പറയുമ്പോൾ സമയം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ പോലെ ശരിയാണ്. ഈസി ടാസ്ക് അല്ല. ഡിഗ്രി PG ഒക്കെ ചെയ്യുന്ന പോലെ ഹെർക്കുലിയസ് ടാസ്ക് അങ്ങനെയല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണോ? ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആണോ, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണോ, ഒരു 3 വർഷം. സാറേ, പല മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസംബറിൽ നടന്ന പരീക്ഷയിൽ നമ്മുടെ ഒരു പയ്യന് 50th റാങ്ക് വാങ്ങി. ആൾ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു +2. അതെ അതെ അതെ. ഒരു ഹ്യൂമാനിറ്റീസുകാരന് ഓൾ ഇന്ത്യ CMAയുടെ 50ാം റാങ്കിൽ ഫൈനലില്. അതെ അതെ. അപ്പോൾ അതാണ് എൻ്റെ ഒരു ചോദ്യം തന്നെ. ഇത് എല്ലാവർക്കും പറ്റുമോ? ഇപ്പോൾ ഈ ഹ്യൂമാനിറ്റീസുകാരന് അക്കൗണ്ടൻസി അറിയൂല, ബിസിനസ് സ്റ്റഡീസും അറിയൂല, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു പയ്യൻ CMA ക്വാളിഫൈ ചെയ്തു എന്ന് മാത്രമല്ല ഓൾ ഇന്ത്യയിലെ 50th റാങ്കിൽ. എന്താ സൽമാൻ സാർ, ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അതിൽ ചെറിയ എതിരഭിപ്രായം എന്നല്ല, മറ്റൊരു വ്യൂ പോയിന്റും കൂടെ അതിലുണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും മോട്ടിവേഷൻ കൊടുത്തിട്ട് ഇതെല്ലാവർക്കും പറ്റും എന്നുള്ളത് അത് അത്ര ശരിയാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടില്ല. ഇപ്പോൾ ഇത് ശരിക്കും അഭിരുചി ഇല്ലാത്ത, അതല്ലെങ്കിൽ ആ ഒരു കാലിബർ ലെവൽ ഇല്ലാത്ത കുട്ടികൾക്ക് അങ്ങനെ എല്ലാവർക്കും ഇത് പറ്റുമോ എന്നുള്ളത് ശരിക്ക് പറ്റൂല എന്നാണ് നമ്മൾ പറയേണ്ടത്. ശരിക്കും ഇത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കോഴ്സ് പ്രൊഫഷനാണോ, അതിൻ്റെ ഒരു ടഫ്നെസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നോക്കി നേരത്തെ മുഷീഫ് സാറ് പറഞ്ഞ പോലെ ആ ലെവലിലൊക്കെ ഒരു കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന താല്പര്യമുള്ള, അങ്ങനെ ഉറപ്പുള്ള ആളുകൾ ഇത്തരം കോഴ്സുകൾ ചൂസ് ചെയ്താൽ മതി എന്ന് കൂടെ വേണം. ഈ ഹ്യൂമാനിറ്റീസുകാരന് പറ്റുമോ, കൊമേഴ്സുകാരന് മാത്രമേ പറ്റുള്ളൂ? അതങ്ങനല്ല. നമ്മളിപ്പോൾ ഈ കോഴ്സിലേക്കൊക്കെ വരുമ്പം ഇതിൻ്റെ ഫൗണ്ടേഷൻ ലെവലിൽ ആവശ്യമായിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ് ശരിക്കും പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ വരുന്ന ഒരാൾ എന്താണെന്നുള്ളത് അവിടെ അത്ര ഒരു മാറ്റർ അല്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കൊമേഴ്സുകാരനൊക്കെ എടുക്കുന്നതിനേക്കാളും എഫേർട്ട് തുടക്ക സമയത്ത് ഒരു സയൻസുകാരനോ അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസുകാരനോ എടുക്കേണ്ടി വരും. ആ ബേസിക് കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ പോയിന്റ് അതല്ല, ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ശരിക്കും ഇപ്പൊ എങ്ങനെയെന്ന് പറയാം, ഇത് പറ്റാത്ത ആൾക്കാരുണ്ട്. എല്ലാ പണിയും എല്ലാവർക്കും പറ്റൂലല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പറ്റാത്ത ആളുകളുണ്ട്. അത് അവര് അങ്ങനെയുള്ള ആളുകളും കൂടെ നമ്മൾ ഈ കോഴ്സൊക്കെ ചെയ്ത് ഒരു പക്ഷേ കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ, അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാർട്ട് ക്വാളിഫിക്കേഷൻ അല്ലെ സെമി ക്വാളിഫൈഡ് ആവാൻ പോലും പറ്റാതെ അന്ന് മുമ്പെടുത്ത തീരുമാനത്തെ പഠിച്ച് അങ്ങനെ ജീവിക്കുന്നവരും കൂടെ ഉണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കി. ക്ലാസ്സിൽ കുട്ടികളോട് പറയും, നല്ല കോഴ്സിന് ചേർന്നതുകൊണ്ട് രക്ഷപ്പെടൂല. അതെ അതെ അതെ, നല്ല കോഴ്സാണ്, അതുകൊണ്ട് ചേർന്നുകൊണ്ട് രക്ഷപ്പെടില്ല. നിങ്ങൾ നിങ്ങളുടേതായ വർക്ക് എഫേർട്ട് ഇതിലിടണം. അപ്പോൾ അതിന് കാലിബർ ഇല്ലാത്ത, ഇപ്പോൾ CMA നല്ല കോഴ്സാണ്, CA നല്ല കോഴ്സാണ്, ആർക്കും സംശയമില്ല. പക്ഷെ അത് മാത്രം പോരാ, അത് പറഞ്ഞ് ചേർന്നിട്ട് അതിനുള്ള ഹാർഡ് വർക്ക് ചെയ്യണം, അതിനുള്ളൊരു മെൻറ്റാലിറ്റി വേണം എന്നുള്ള. ഞാൻ മുമ്പത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ശരിക്കും ഇത് പറ്റുന്ന ആളുകളെ അഡ്മിഷൻസാണ് നമ്മൾ എടുക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ പലപ്പോഴും അങ്ങനെ നമുക്കൊരു സംശയം തോന്നുകയെന്നുണ്ടെങ്കിൽ ഈ പേഴ്സണൽ 1-to-1 കൗൺസിലിങ്ങിൽ എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവ് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡ് പേപ്പറൊക്കെ വെച്ചിട്ട്, അതൊരു 100% കുറ്റമറ്റ പേപ്പറൊന്നുമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെസ്റ്റൊന്നുമല്ല, എന്നാലും ആ ഒരു ടെസ്റ്റ് പേപ്പർ കൊടുത്തിട്ട് ഇവർക്ക് പറ്റും എന്നുള്ളൊരു തോന്നലും കൂടെ ഉണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ പലപ്പോഴും അഡ്മിഷൻ എടുക്കാറുള്ളൂ. ആ ഒരു ഉത്തരവാദിത്തം കൂടി ശരിക്കും നമുക്കുണ്ട്. ഇത് പറ്റില്ല എന്ന്, അല്ലെ അവന് പറ്റിയ വേറെ നല്ല പണി ഉണ്ടാവുമല്ലോ, അപ്പൊ അതും കൂടെ സജസ്റ്റ് ചെയ്യാൻ നമുക്ക് ബാധ്യത ഉണ്ട് എന്നുള്ളൊരു മനസ്സിലാക്കലാണ് അതിൽ വേണ്ടത്. നമ്മള് ഭംഗിയായിട്ട് ആപ്റ്റ് അല്ലാത്ത കുട്ടികൾ വരുമ്പോ അനസാറ്, ഞാൻ പലപ്പോഴും അനസാറ് കൂടെ അവിടെ അഡ്മിഷൻ്റെ ഇതിലൊന്നും ഞാൻ ഇല്ലെങ്കിലും ഞാൻ ഇരിക്കുമ്പോ അൻസാറ് പറഞ്ഞു വിടുക ചെയ്യുക. അതായത് ഈ വീട്ടിൽ പോയിട്ട് ശരിക്കും ഒന്ന് ആലോചിച്ച് വാ, കാരണം ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് രണ്ടാമതും അവൻ വരുന്നുണ്ടോ നോക്കും. അപ്പൊ പിന്നെ MLA കോളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെ, കപ്പാസിറ്റി കുറവാന്ന് തോന്നിയത് കൊണ്ട് ഇവനെ ഇവിടെ നമ്മൾ വെറുതെ ഫീസ് മേടിച്ചിട്ട് കാര്യമില്ല. അല്ല, എനിക്ക് തോന്നുന്നു സാറേ, നിങ്ങൾ പറയാൻ വന്നത്, ഇപ്പോൾ നിങ്ങൾ ക്ലാസ് റൂം പറഞ്ഞു അനസാറ് ചെയ്തു പറഞ്ഞു, നമുക്കൊക്കെ ഉള്ള അനുബന്ധം എന്ന് വെച്ചാൽ ഈ കുട്ടികളെ നമുക്ക് ഒന്ന് ഇന്റർവ്യൂ ചെയ്താലോ, ഒന്ന് 1-to-1 സംസാരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ICMSന്റെ കേബിളിൽ നമുക്കിരുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ കുട്ടിക്ക് പറ്റുമോ പറ്റൂല എന്നുള്ളത്. റാദർ ദാൻ എല്ലാവർക്കും പറ്റുമെന്ന് നമ്മൾ പറയുന്നില്ല. ഹ്യൂമാനിറ്റീസ് പ്രശ്നമല്ല, സയൻസ് പ്രശ്നമല്ല, എല്ലാവർക്കും വരാം. ബട്ട് ആ കുട്ടിയെ കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഹാർഡ് വർക്കിംഗ്, ഡിസിപ്ലിൻഡ് ആൻഡ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് സാധിക്കും. പിന്നെ അല്ലാതെ തന്നെ ഇപ്പോൾ നമ്മളങ്ങനെ വളരെ മോശമാക്കി പറയാനൊന്നും പറ്റില്ല. അതായത് 60% മാർക്ക് കിട്ടി നമ്മൾ മടക്കി അയച്ചത്
പിന്നെ അവർ തീരുമാനിച്ചിട്ട് ഒരു ഡിറ്റർമിനേഷനിൽ വന്നിട്ട് പാസ്സായി പോയവരുണ്ട്. കുട്ടികളെടുത്തും കൂടെയാണ് കാര്യങ്ങൾ. സാറേ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ +2 കൊമേഴ്സ് കഴിഞ്ഞവർ, സയൻസ് കഴിഞ്ഞവർ, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവരൊക്കെ നമ്മളടുത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ സിലബസ് ഇപ്പോൾ മെയിനായിട്ട് അക്കൗണ്ടൻസി ആണല്ലോ. അക്കൗണ്ടൻസിയുടെ ജേണൽ എൻട്രി മുതൽ ഇവർക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പുറമെ നമ്മൾ ICMS സാധാരണ ചെയ്യുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ 1 വീക്ക് ഇവർക്ക് അക്കൗണ്ടൻസിന് ബേസിക് ക്ലാസ് ആയിരിക്കും. അത് CA ആയിക്കോട്ടെ, CMA ആയിക്കോട്ടെ, ACC ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് തുടങ്ങിയ CA ഫൗണ്ടേഷൻ ബാച്ച്, ഈ April 1 തുടങ്ങിയ CA ഫൗണ്ടേഷൻ ബാച്ചിൽ ഒരു 60% ആരാണ്? സയൻസ് സ്റ്റുഡൻസാണ്. അപ്പോൾ അത് കൂടുതലായി സയൻസിൽ നിന്നും ഹ്യൂമാനിറ്റീസിൽ നിന്നൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇത്രയേ ഉള്ളൂ, നേരത്തെ സൽമാൻ സാർ, മുഷീർ സാർ പറഞ്ഞതുപോലെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഭയങ്കര ഡിറ്റർമിനേഷൻ, റെസ്പോൺസിബിൾ ആയിട്ട് പഠിക്കാൻ തയ്യാറുള്ള ആളുകളാണെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയും. അത് മാത്രമല്ല ഫൗണ്ടേഷൻ കഴിയുന്നതോട് കൂടി ഏകദേശം മനസ്സിലാവും നമുക്ക് പറ്റിയതാണ്. അതെ അതെ. ഇതില് ഇപ്പം ഞാൻ ശരിക്കും ഇത്രയും എനിക്ക് പറയേണ്ടി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മളെപ്പോലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും +2 കഴിഞ്ഞ കുട്ടികളെ ഡാറ്റ ഒക്കെ കിട്ടിയിട്ട് പറ വിളിയാണ്. അത് ഒരു കുട്ടി അല്ലെ ഒരു പാരന്റിന് ഒരുപാട് തവണ ഇല്ല അത് ഞാൻ പറയണം ശരിക്കും. അതായത് കുട്ടികൾക്ക് നിരന്തരം കോളുകൾ വരികയാണ്, ഇത് ചെയ്തോ അത് ചെയ്തോ. ഇങ്ങനെ വഴിയെ പോകുന്നവനൊക്കെ പിടിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു സാധനമല്ല ഇത് എന്നുള്ളത് നമ്മളെപ്പോലുള്ള ആളുകളും അതേപോലെ തന്നെ ഇത് അങ്ങനെ എല്ലാവർക്കും പറ്റിയ പണിയല്ല എന്ന് പാരൻസിനും കുട്ടികൾക്കൊക്കെ ചെറിയൊരു ബോധ്യം ഉണ്ടാവുന്നത് നല്ലതാ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ ആകെ ഒരു അഡ്മിഷൻ ഓഫീസറേ ഉള്ളൂ. അത് കുട്ടികൾ ഇവിടെ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് വിളിക്കാൻ സമയമില്ല. അല്ലാതെ തന്നെ നമ്മളെ ബാച്ചുകളെല്ലാം ഇപ്പോൾ ഫില്ലാവുന്നുണ്ട്. അവസാനം ബാച്ച് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് ചില സ്ഥാപനങ്ങളിലെ സെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെന്റ്, അതിൽ 10-20 സ്റ്റാഫ് കോളീഗിന് മാത്രമായിട്ട്. എന്നിട്ട് കുട്ടികളെ ഡാറ്റ കിട്ടിയിട്ടുണ്ടാവും വിളിയോട് വിളി. എൻ്റെ കുടുംബത്തിലൊക്കെ ഉള്ള +2 കഴിഞ്ഞ കുട്ടികൾ അവർ കുടുങ്ങി. ഒരു ദിവസം 3 കാളൊക്കെ വരുന്നത്, പലതുമായിട്ട് കൂട്ടത്തിൽ ഇതുണ്ട്, അതല്ലാത്ത അക്കൗണ്ടിങ് കോഴ്സുകൾ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ പറ്റിയൊരു കോഴ്സല്ല നമ്മളതെന്ന് പറയും. തീർച്ചയായിട്ടും ഇത് ഒരു ചാലഞ്ചും കൂടെയാണ് കുട്ടികൾക്ക്. ഇപ്പോൾ എനിക്ക് ആ അനുഭവം ഉണ്ട്. ഇപ്പോൾ ഒരു സാമൂഹിക തലത്തിലും കൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് എൻ്റെ വാർഡിലെ ഒരു രക്ഷിതാവ് വീട്ടിൽ വിളിച്ചു വരുത്തി. എന്നിട്ട് കാണിച്ചു തന്ന് ഒരു 5 ഇൻസ്റ്റിറ്റ്യൂട്ട് ആ കുട്ടിയെ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് ഫാഷൻ ഡിസൈനിങ് ആണ്, മറ്റൊന്ന് കൊമേഴ്സാണ്, വേറൊന്ന് കമ്പ്യൂട്ടർ കോഴ്സാണ്, ഒന്ന് നമ്മുടെ ഇതാണ് സിവിലാണ്. ഇത് ശരിക്കും ഈ കുട്ടികളൊക്കെ അവരെ അഭിരുചിയും കൂടെ പരിശോധിച്ചിട്ട് വേണം, ഇപ്പോൾ കൊമേഴ്സിലേക്കൊക്കെ വരുമ്പോൾ അവരെ അഭിരുചി പരിശോധിച്ചിട്ട് വേണം കോഴ്സുകൾക്ക് പോകാൻ എന്നുള്ളത്. എന്തായാലും ലെറ്റ് ദം ഡു ഇറ്റ്. നമ്മളൊരു സ്റ്റാൻഡ് ഇതാണെന്ന് പറയാ, അത്രേ ഉള്ളൂ. ഇനി നമ്മളെ ശരി റൈറ്റ് ഇതാണ്. ഇതിൻ്റെ ഒരു എക്സ്പെൻസ് സൈഡ് ഇപ്പോൾ നേരത്തെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വെച്ചു, വളരെ ചുരുങ്ങിയ എക്സ്പെൻസ് ആണ് വരുന്നത് എന്നുള്ളത്. ഒരു കമ്പാരിസൺ സൈഡും കൂടെ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു ടു ബിക്കം എ ഡോക്ടർ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് നമുക്കറിയുന്നതാണ്, സുലഭമായ സീറ്റുകളുണ്ട്. എന്തായിരുന്നാലും 4 ലക്ഷം ആദ്യം കൊടുത്തിട്ട് പിന്നെ ഒരു 5 ലക്ഷം, എന്തായാലും 10-12 ലക്ഷത്തോളം ചിലവഴിക്കുന്നുണ്ട്. ഇതിന് വെച്ച് നോക്കുമ്പോൾ കൊമേഴ്സ് കോഴ്സുകൾ ലെസ് എക്സ്പെൻസീവാന്ന് പറയുന്നത്. ഇവിടെ ഒരു സാഹചര്യം കൂടെ വരുന്നുണ്ട്, പുതിയൊരു വേൾഡ് സാഹചര്യം. ഇന്നലെ ഞാനൊരു CS കാരൻ്റെ പ്രൊഫൈലിൽ കണ്ടു, ലോകം മറ്റൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു സൂചന. ഇങ്ങനത്തെ ഒക്കെ ഒരു ഘട്ടത്തിൽ സാധാരണക്കാരായ പാരൻസിന് എന്തായാലും എക്സ്പെൻസ് എന്നുള്ളത്, ഫീസ് എന്നുള്ളത്, ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? നമ്മുടെ കൊമേഴ്സ് കോഴ്സുകളുടെ ഫീസ് ലോൺ എടുത്തിട്ട് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് അല്ലേ? സ്വന്തം വീടെല്ലാം ലോണിലായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരവസ്ഥ മിക്കവാറും ഞാൻ കാണുന്നത് സയൻസിലുള്ള പ്രത്യേകിച്ച് MBBS ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകളൊക്കെ ചെയ്യുന്ന കുട്ടികൾ, അതല്ലെങ്കിൽ പുറത്ത് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ എന്തായാലും കൊമേഴ്സിലെ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾക്ക് ആ ഒരു രീതിയിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 1.5 ലക്ഷം 2 ലക്ഷത്തിൻ്റെ ഇടയിലൊക്കെ കോസ്റ്റ് കൊണ്ട് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് കണ്ടക്ട് ചെയ്യുന്ന CA CMA CS കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫോറിൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളായിട്ടുള്ള ACCA പോലുള്ള കോഴ്സുകൾ കുറച്ചും കൂടെ ഒക്കെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ 4-5 ലക്ഷത്തിൻ്റെ ഉള്ളിലൊക്കെ അത്രയൊന്നും പോകൂല. ഓക്കെ 2.5 ഒക്കെ മാക്സിമം. സാർ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം ചില പാരൻസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ കുറേ കോഴ്സുകൾ കേട്ടു, CA CMA CS ACCA വേറെ എന്തൊക്കെയോ കേൾക്കുന്നു, ഏതാണ് നല്ല കോഴ്സ് എന്നുള്ളത്.
അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, അതിൽ ഏതാണ് നല്ല കോഴ്സ് ശരിയാണ്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ കാരണം ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഇവർക്ക് എല്ലാവർക്കും അറിയുന്നതൊക്കെ അക്കൗണ്ട്സ് ആണ് എന്നുള്ള സാധാരണ തോട്ട് ഉണ്ടല്ലോ. ഇത് എന്താണ് സ്പെസിഫിക്കലി ഡിഫറൻസ്? അതായത് CA/SCCA നല്ലതാണോ, ACCA ആണോ CMA നല്ലത്? ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിലാണ് ഏതാണ് ഏറ്റവും നല്ല കോഴ്സ് എന്നുള്ള ചോദ്യം വരാറുണ്ട്. എങ്ങനെ ആൻസർ ചെയ്യുക അനസ് സാർ? ഇതിലിപ്പോൾ നമ്മൾ ഇന്ത്യൻ കോഴ്സുകൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ CA, CMA, CS ഈ 3 ഇന്ത്യൻ കോഴ്സുകൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു വ്യക്തി എംപ്ലോയ്മെൻ്റ് ആണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ ഏകദേശം 3 എന്താണ് ഈക്വലാണ്. അതേസമയം പ്രാക്ടീസിങ്ങിനാണ് ഒരാൾ ലക്ഷ്യമാക്കുന്നതെങ്കിൽ 3 ലെവലിലാണ് വരുന്നത്. ഇപ്പോൾ CAനെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യയിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യാൻ CAക്കാർക്കേ പറ്റുള്ളൂ, കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാൻ CMAക്കാർക്കേ പറ്റുള്ളൂ, സെക്രട്ടറിയൽ ഓഡിറ്റ് ചെയ്യാൻ CSAർക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് പ്രാക്ടീസ് മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ ഇവർക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഓരോ ഏരിയകളുണ്ട്. അപ്പോൾ ആ ഓരോ ഏരിയക്കനുസരിച്ച് നമ്മൾ ഏതാണ് ബെസ്റ്റ് എന്ന് പറയാൻ കഴിയുള്ളൂ. ഈ ഡോക്ടറായാലേ PG ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആവണോ സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആവണോ എന്ന് ചോദിക്കുമ്പോൾ ഏതാ നല്ലതെന്ന് ചോദിക്കുമല്ലോ. അവനവൻ്റെ ഒരു ഏരിയ വ്യത്യാസമുണ്ട്. നേരത്തെ മൂപ്പര് പറഞ്ഞ ഈ നിങ്ങൾ കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ല, അതിൽ 2 പോയിൻ്റ് ആഡ് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഈ കോഴ്സുകൾ ചിലവ് കുറവാണ് ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കും. ഇപ്പോൾ ഈവൻ നിങ്ങൾ പറഞ്ഞ പോലെ നേഴ്സിങ്ങിനാണെങ്കിലും 12 ലക്ഷം പോലെ ആവും. ഈ കോസ്റ്റ് അങ്ങനെ ആർക്കും കോസ്റ്റ് കൂട്ടാൻ പറ്റില്ല. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഇത് ഗവൺമെൻറ് സ്പോൺസേർഡാണ്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, സെൻട്രൽ ഗവൺമെൻറ് അതിന് കീഴിൽ നടത്തുന്ന 3 ഗവൺമെൻറ് ബോഡീസാണ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചിട്ട് സ്വന്തമായിട്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു പാസ്സാവാൻ പറ്റും. 50,000 60,000 അത്രയൊക്കെ വരുള്ളൂ. പക്ഷെ അതുകൊണ്ട് പാസ്സാവാൻ കഴിയുമെന്നുള്ളത് വേറെ കാര്യം. കാരണം നല്ല കോച്ചിങ് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. പിന്നെ അത്രയും അക്കാഡമിക്കലി എക്സ്പേർട്ടായ കുട്ടികൾക്കൊക്കെ സാധിക്കും. അപ്പം അങ്ങനെ അല്ലാത്തവർക്ക് നമ്മളെ പോലുള്ള സ്ഥാപനങ്ങളിൽ കോച്ചിങ് വേണ്ടി വരും. അപ്പോൾ ആ കോച്ചിങ്ങിൻ്റെ ഫീസും കൂടെ എന്താവുള്ളൂ ഇതിൽ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ വെറുതെ ഫീസ് കൂട്ടിയിട്ട് അവനെ എക്സ്ട്രാ ബില്ലിൻ്റെ ആക്കുക അങ്ങനത്തെ ഒരു ലെവൽക്കൊന്നും വലിയ സ്ഥാപനങ്ങളായിട്ടുള്ള അത്തരം കോമ്പറ്റീഷനിലൊന്നും ഇതിൽ സ്കോപ്പ് ഇല്ല എന്നുള്ളതുകൊണ്ടും കൂടിയാണ്. മുഷീഫ് സാർ പറഞ്ഞ പോലെ ഇപ്പം ആ ഒരു സ്കിന്നിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, ഹാർട്ടിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. എന്നാലും ഈ കോഴ്സുകളിൽ മികച്ചത് ഏത് എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള കൺസേൺ ആണ്. അതെ, എന്താ ഈ കോഴ്സ് അന്വേഷിക്കുന്ന സ്റ്റുഡൻസ് അല്ലെ പാരന്റ്സിനെ സംബന്ധിച്ച് കൺസേൺ ആണത്. അതെ അതെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു കോഴ്സ് എല്ലാവർക്കും അങ്ങനെ സ്യൂട്ടബിൾ അല്ല. തനിക്ക് ഏതാണ് നല്ലതെന്ന് അയാൾ തന്നെ ഡിസൈഡ് ചെയ്യാണ് വേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ ഡിസൈഡിങ് ഫാക്ടേഴ്സായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാവുന്നത് എത്ര കാലം പഠിക്കാൻ തയ്യാറാണ്. പല കോഴ്സിനും പല ഡ്യൂറേഷൻ ആണല്ലോ. രണ്ടാമത്തെ കാര്യം എത്ര കോസ്റ്റ് ബിയർ ചെയ്യാൻ പറ്റും ഫാമിലിക്ക്, അത് നോക്കിയിട്ട് ചെയ്യാം. മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇയാൾക്കൊരു ഡ്രീം ഉണ്ടാവുമല്ലോ എന്താവണം. ഇപ്പം നേരത്തെ അനസാറ് സൂചിപ്പിച്ച പോലെ ഏത് ഏരിയയിലാണ് ഇയാൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളത്, എവിടെ എത്തണം, ഇതെല്ലാം പരിഗണിച്ചിട്ട് വേണം ഇതിൽ ഏത് കോഴ്സാണ് അയാൾക്ക് നല്ലത് എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഈ കോസ്റ്റിലെ ആസ്പെക്റ്റിലേ ഇപ്പോൾ USCMA ആണെന്ന് കരുതാം, ഒരു എക്സാമിന് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ഏകദേശം ഡോളറിലാണ് വരിക. അത് ഒരു എക്സാമിനുള്ള ഫീസ് തന്നെ ഏകദേശം ഒരു 39,000 വരും. അപ്പോൾ അത് ഇന്ത്യൻ കോഴ്സുകളാണെങ്കിൽ ഒരു 1,500 3,000 താഴെ മാക്സിമം 2 ഗ്രൂപ്പും കൂടിയൊക്കെ വരികയാണെങ്കിൽ ആ റേഞ്ചിൽ വരുന്ന സ്ഥാനത്ത്. അപ്പോൾ അത് ഇവർക്ക് വെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ബെസ്റ്റ് ചൂസ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ പറഞ്ഞെടുത്ത് ഒന്ന് എത്ര കാലം കൂടെ ആ കുട്ടിക്ക് പഠിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ട ആ കുട്ടിയും അവരുടെ ഫാമിലിയാണ്. അതെ അതെ. എത്ര എക്സ്പെൻസും കൂടെ ആ കുട്ടിയുടെ പഠനത്തിന് വേണ്ടി മുടക്കണം എന്നുള്ളത് അവരൊരു ടൂളാണ്. ഇതോടൊപ്പം തന്നെ ഈ കുട്ടി എന്താകണമെന്ന് അവൻ എന്താണ് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ എളുപ്പം അനസർ അടുത്തോ സൽമാൻ സാർ അടുത്തോ വന്നാൽ മതി, ഇതിന്റെ ഒരു ഗൈഡ് ലൈൻസും കൂടെ അതിലൂടെ അടുത്ത് പറ്റും. ആ ഒരു എക്സാമ്പിൾ ഉള്ളത് കൊണ്ട് ഓക്കെ. നമുക്ക് ഇതില് കണ്ടന്റിലേക്ക് ഒന്നുകൂടെ പോകുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. ഈ കൊമേഴ്സ് മാത്സ്, ഈ കൊമേഴ്സിന് മാത്സിനെ പേടിച്ച് ഓടിയ ചില ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചിതിലേക്ക് വരുമ്പോൾ മാത്സ് ഇതിന് ആവശ്യമാണോ ഇല്ലേ? എന്താണ് കൊമേഴ്സും മാത്സും? ഞാൻ പറയട്ടെ, ഞാൻ +2 സയൻസ് ആയതുകൊണ്ട് എനിക്കത് പറയാം. അതായത് കൊമേഴ്സിലെ മാത്സ് അക്കൗണ്ടിങ് ആണ്, കണക്കിൽ. പക്ഷെ ശരിക്ക് ഈ എൻജിനീയറിങ്ങിലും ഇതിൽ സയൻസ് വിഷയങ്ങളിൽ പഠിക്കുന്ന മാത്സ് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 20-30% അതിൻ്റെ മേലേക്ക് മാത്സ് ഇല്ല.
പിന്നെ കൂടുതൽ മാത്സ് ഉള്ള പേപ്പേഴ്സ് ഉണ്ട്, ചില പേപ്പേഴ്സുകൾ. പിന്നെ അക്കൗണ്ടൻസി പറഞ്ഞാൽ സംഖ്യകളാണ്, അതിൻ്റെ കണക്കുകൂട്ടലാണ് എന്നുള്ള നിലക്കുള്ള മാത്സ് അല്ലാതെ ഇത് ശരിക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്സ് കൊമേഴ്സിലില്ല ആക്ച്വലി. അതിപ്പോൾ നമുക്കിപ്പോൾ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സംഖ്യകളാണ്, എമൗണ്ടുകളാണ്, അതിൻ്റെ ട്രാൻസാക്ഷനാണ്. അത് കണ്ടിട്ട് മാത്സ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് പേടിക്കാനുള്ള ഒരു വിഷയം യഥാർത്ഥത്തിൽ കൊമേഴ്സിലില്ല. ഇല്ല. പിന്നെ CA ഫൗണ്ടേഷൻ കോഴ്സുകളിൽ എന്താ മാത്സ് ഒരു വിഷയമായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ. പക്ഷേ പിന്നെ മാത്സ് അടുത്ത ഘട്ടങ്ങളിൽ ഇൻ്റർമീഡിയറ്റിലോ ഫൈനലിലോ ശരിക്കും വരുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റിലും ഫൈനലിലും ഒക്കെ പഠിക്കുന്ന മറ്റു പ്രോബ്ലം പേപ്പേഴ്സ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഇവർക്ക് ഫൗണ്ടേഷനിൽ കിട്ടണം എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് വേണം കരുതാൻ, അല്ലേ? മുഷീഫ് സാർ പറഞ്ഞതിൽ ഇപ്പം മാത്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. മാത്സ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല നമ്മുടെ CMA അല്ലെങ്കിൽ CA പോലുള്ള കോഴ്സുകളിൽ. സ്പെഷ്യലി ഇപ്പോൾ CMAയിൽ പലരും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ CMA ഫൗണ്ടേഷൻ ചെയ്യാതെ CAT ചെയ്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടി വരുന്നുണ്ട്. ഞാൻ പലപ്പോഴും ക്ലാസ്സിലേക്ക് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ലൈഫിൽ എന്ത് എവിടെ സ്കിപ്പ് ചെയ്താലും അത് പിന്നെ എപ്പോഴെങ്കിലും പഠിക്കേണ്ടി വരും. അപ്പോൾ മാത്സ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CAT എടുക്കുന്നത്. പക്ഷേ ഈ കുട്ടികൾ ഫൗണ്ടേഷനിൽ പഠിക്കുന്ന മാത്സിൻ്റെ ചില പാർട്ടുകൾ എവിടെ പഠിക്കാണ്ട്, OPM പഠിക്കാണ്ട്, ഫൈനലിൽ അതുപോലെ SCM പഠിക്കാണ്ട്. അപ്പോൾ മാത്സ് ചെറിയ രീതിയിലെങ്കിലും ഫൗണ്ടേഷൻ ലെവലിൽ പഠിച്ചു വരുന്നതാണ്. വേണ്ടെന്നല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. മാത്സ് ആ ഇപ്പോൾ +2 ആ സയൻസ് ലെവലിൽ പോകുമ്പോൾ അഡ്വാൻസ്ഡ് മാത്സ് ആണ്. ആ നിലക്കുള്ള ഇപ്പോൾ ഒരു +2 സയൻസ് പഠിച്ച കുട്ടിക്കാരെ അവിടെ എത്രത്തോളം മാത്സ് ഉണ്ട്, അതിൻ്റെ ഒരു ഭാഗം മാത്സ് എവിടെ വരുന്നുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഇനി ഒരു മാത്സ് ഒരു സബ്ജക്റ്റായി പഠിച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം ചിലരുണ്ടല്ലോ ന്യൂമറിക്സിൽ ഇപ്പം കണക്കുകളെ കൊണ്ട് ഒക്കെ ഫിഗറുകളെ കൊണ്ട് കളിക്കാൻ പറ്റുന്ന ആളുകൾ, അതുപോലെ റീസണിങ് ഇതിനൊക്കെ കഴിവുള്ള ആൾ, അവർക്ക് കുറേം കൂടെ പ്രോഗ്രസീവായിട്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് മാത്സ് തന്നെ വേണമെന്നില്ല എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു ശരിയായ നിലപാട് തോന്നുന്നു. എനിക്ക് അതിനൊരു ഉദാഹരണം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തിരുവങ്ങാടി PSMO കോളേജിൽ ഒരു BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞൊരു കുട്ടി സ്ട്രെയിറ്റ് അറ്റംപ്റ്റിൽ നമ്മൾ USCMA പാസ്സായി 2. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചോളം CMA പാസ്സായില്ലേ മറ്റേ ഷഹീബ, അതായത് എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റില്. അതിൽ കിട്ടുന്ന ഒരു സ്കില്ല് എന്നുള്ളത് ന്യൂമറിക്കൽ ആൻഡ് റീസണിങ് സ്കില്ല് കിട്ടുന്നുണ്ട്, അത് ഗുണം ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് മറ്റൊരു കാര്യം, പാരൻസിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ. ഇത് പാരൻസ് എത്രമാത്രം ഈ കോഴ്സിനെ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങോട്ടൊരു കുട്ടിയെ അയക്കുമ്പോൾ, കൊമേഴ്സ് കോഴ്സിലേക്ക് അയക്കുമ്പോൾ ആ പാരൻസ് എന്താണ് കരുതേണ്ടത്? 1ാം വർഷം ജയിക്കുന്നു, 2ാം വർഷം ജയിക്കുന്നു, ഇത് മാത്രം ശീലിച്ചവരാണ്. എന്താണ് സൽമാൻ സാറിന് അതിനെ കുറിച്ചൊരു ഉത്തരം പറയാൻ പറ്റും? പാരൻസ് എങ്ങനെ? അതെ, നമ്മളെ ബാച്ചുകൾ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ പാരൻസ് മീറ്റിങ്ങൾ വിളിക്കാറുണ്ട്. കാരണം പാരൻസിനും കൂടെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതുവരെ ഇവർ കണ്ടത് 10ാം ക്ലാസ്സിലും +2ലും ഇതുവരെ നടന്ന പരീക്ഷകളിലെല്ലാം നല്ല മാർക്ക് വാങ്ങിയ അവരെ മക്കളെയാണ്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് അവരെ മനസ്സിലാക്കേണ്ടതുണ്ട്. തോൽവികൾ വരാൻ കൂടുതൽ സാധ്യതയുള്ള കോഴ്സുകളാണ്. അപ്പം തോൽവികളെ ഫെയിലിയേഴ്സ് എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ഇവർക്ക് പിന്തുണ നൽകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരായിട്ട് സംസാരിക്കാറുണ്ട്, അല്ലേ? അങ്ങനെയാണ്. നമ്മൾ ഓൾറെഡി പാരൻസ് മീറ്റിങ്ങും പാരൻസ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ മെയിൻ ചെയ്ത് ആ ഒരു സംഗതി നിലനിർത്തിയിട്ട് തന്നെ നമ്മൾ പോകുന്നു. അധികം പ്രഷർ കൊടുക്കാതെ, എന്നാലും ഇവർക്ക് എപ്പോഴും പിന്തുണ നൽകി പാരൻസ് കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മളെ ഈ കോൺവെക്കേഷനുകളിൽ നമ്മൾ കാണുന്ന ഒരു രംഗം അതാണ് കേട്ടോ. അത് നമ്മൾ ഓൾറെഡി പാരൻസിന് ബോധേഡാണല്ലോ, കോഴ്സ് ടഫാണ്. അപ്പോൾ ജയിച്ചാൽ എല്ലാ കുട്ടികളും പാരൻസ് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അവർ സന്തോഷത്തോടു കൂടി നമ്മളെ സ്റ്റേജിൽ വന്നിട്ട് കുട്ടികളെ അവാർഡ് വാങ്ങി അത്ര നല്ല മൊമെന്റുകൾ. കാരണം നമ്മൾ ICMS വരുന്ന പാരൻസിനെ നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞ് ഇതിനെ ബോധവൽക്കരിച്ചിട്ട് തന്നെയാണ് അഡ്മിഷൻസും കാര്യങ്ങളും. ആ ഒരു പ്രിപ്പറേഷൻ അവർക്കും ഉണ്ടാവും. കുട്ടികളുടെ കാര്യത്തിൽ ഒരു ചിലപ്പോൾ തോറ്റുപോയാലും കൂടെ നിൽക്കാൻ അവരും തയ്യാറാണ്. അതായത് ഇത് സ്ട്രെയിറ്റ് അവേ എല്ലാവരും ജയിച്ചു കൊള്ളണം മാത്രം എന്ന് ചിന്തിക്കാൻ പാടില്ല പാരൻസ്, അല്ലേ? ഇപ്പോൾ ഫൗണ്ടേഷനും ഇൻ്ററൊക്കെ ആണെങ്കിൽ തോൽവി എപ്പോഴും സ്വീകരിക്കാൻ അവർ പഠിക്കണം. ഈ ഒരു പാർട്ടിൽ പാരൻസിൻ്റെ നല്ലൊരു സപ്പോർട്ട്. പ്രത്യേകിച്ച് റിപ്പീറ്റഡ്ലി തോറ്റ കുട്ടികളൊക്കെ ശരിക്കും മെൻ്റലി നല്ല ഡിപ്രസ്ഡ് ആവാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവരെ കൂടെ നിൽക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ലല്ലോ. ഇതിലിപ്പോൾ കുട്ടികളുടെ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ വരുന്ന ചില കേസുകൾ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് അവരെ ഡയറക്റ്റ് പാരൻസ്, അതായത് അച്ഛനമ്മ, ഇവർ ഓക്കെയാണ്.
പക്ഷെ അവരെ റിലേറ്റീവ്സ് ഉണ്ടല്ലോ ആ ഫ്രെയിമിലേക്കൊക്കെ കടക്കുമ്പോഴാണ് പാരൻസ് അഗൈൻ പ്രഷേർഡ് ആവുന്നത്. മറ്റോൻ കണ്ടോ, മറ്റോൻ ഉഷാറായി, എൻ്റെ മോൻ മാത്രം ഇതിൽ പോയി എപ്പോഴും എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള. ഇവിടൊക്കെ പാരൻസിൻ്റെ സപ്പോർട്ട് നല്ലവണ്ണം ആവശ്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതോടൊപ്പം തന്നെ നമ്മുടെ ഒരു കുട്ടികൾ അവരുടെ ഒരു സെൽഫായിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ ഇത് ഭയങ്കരമായിട്ട് എല്ലാ ദിവസവും 4 മണിക്കൂർ 5 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണോ, 1 മണിക്കൂർ ഫിക്സ് ചെയ്യണോ? ഇതിനെക്കുറിച്ച് എന്തായിരിക്കും ആൻസർ? പാസ്സാവാൻ എത്ര മണിക്കൂർ പഠിക്കണം? അതെ, ഓക്കെ, അങ്ങനെ തീർത്ത് നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റൂല. എത്ര മണിക്കൂർ പഠിച്ചാൽ പാസ്സാവും അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റൂല. നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ദിവസം ഫുള്ള് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നൊരു കുട്ടി അത് അന്ന് തന്നെ റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്യാം. അത് പല കുട്ടികൾക്കും പല സമയമായിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരാൾക്ക് 2 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന പണി മറ്റൊരാൾക്ക് ഒരു 4 മണിക്കൂർ കൊണ്ടാണ് പറ്റുകയെന്നുണ്ടെങ്കിൽ അയാൾ അത്രയും അത് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ ഡെയിലി എക്സാംസ് കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഒരു സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് സ്റ്റഡി ലീവ്സ് നമുക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ സ്കെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റഡി ലീവ് ദിവസങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. എത്രയൊക്കെ സമയം പഠിച്ചാലും ഈ 3 മണിക്കൂറിൻ്റെ ഒക്കെ പരീക്ഷയാണല്ലോ, അത് മാനേജ് ചെയ്യാൻ പാകത്തിൽ കുട്ടിയുടെ പഠിത്തം പ്രിപ്പറേഷൻസ് എത്തണം എന്നുള്ളതാണ്. ഇതൊരു ഹാബിറ്റിലേക്ക് വരണം എന്നുള്ളൂ. ലൈക്ക് ഫിക്സഡ് ആയിട്ട് 3 hour 4 hour 2 hour അങ്ങനെയല്ല. അതായത് പരീക്ഷന്റെ തലേന്ന് മാത്രം പഠിച്ച് പാസ്സാവാം, ഞാൻ ഇതുവരെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അല്ലല്ല, ഈ അവസാന വട്ടുള്ള ആ ഒരു സംഗതി മതിയാവൂല. ഡെയിലി പ്രിപ്പറേഷൻസ് ആവശ്യമുള്ള കോഴ്സുകളാണ്. നമ്മുടെ ഒരു സ്വഭാവത്തിന്റെ കൂടെ നമ്മുടെ കൾച്ചറിലേക്ക് ഇത് മാറ്റണം. നമ്മൾ ചെയ്യുന്ന കോഴ്സ് അങ്ങനെയാണ്. അതന്നെ സാറ് പറഞ്ഞത് തന്നെയാണ് ശരി. ഹാബിറ്റ് ആവണം, പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഒരു ക്ലാസ്സിലും കൂടെ എൻഗേജ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒരു ഡെയിലി പ്രിപ്പറേഷൻ എന്നുള്ളത് മസ്റ്റ് ആണല്ലോ. ഞാൻ ലോ പേപ്പേഴ്സ് എടുക്കുമ്പോൾ ഞാൻ കുട്ടികളോട് പറയല്, ലോ ജയിക്കണമെങ്കിൽ ചിലർ വിചാരിക്കുക ലോ ആണ് കംപ്ലീറ്റ് തിയറിയാണ്, അപ്പോൾ വീട്ടിൽ പോയി വായിച്ചാലും മതിയല്ലോ. പക്ഷെ ഞാൻ പറയല്ലോ എന്താ വെച്ചാൽ ലോ ജയിക്കാൻ വേണ്ട ഒന്നാമത്തെ കാര്യം ക്ലാസ്സിന് വരലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ലോ വിഷയങ്ങൾ ഫുള്ള് തിയറിയാണല്ലോ, അത് ഫുള്ള് ബൈഹാർട്ടാക്കിയിട്ട് ഒരാൾക്ക് എക്സാമിന് കൊണ്ട് എഴുതാൻ പറ്റും, അസാധ്യമാണ്. പക്ഷെ അത് റിപ്പീറ്റഡ്ലി ആ പോയിന്റുകളിലൂടെ ലോ പോയിന്റുകളിലൂടെ ഗോ ത്രൂ ചെയ്തിട്ട് അത് മൈൻഡിൽ ഇങ്ങനെ വരണം. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ക്ലാസ്സിൽ ആദ്യം ഞാൻ പറയുമ്പോൾ കേൾക്കും, പിന്നെ ഞാൻ നോട്ട് തരുമ്പോൾ കേൾക്കും, പിന്നെ ഒരു ടോപ്പിക്ക് കഴിഞ്ഞിട്ട് ഞാനൊരു 10 മിനിറ്റ് എഴുതിയതും കേട്ടതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വായിക്കാൻ പറയും. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ തലേന്ന് എടുത്ത് എന്ത് ചെയ്യും, വീണ്ടും നോക്കാൻ പറയും. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ഹാർഡ് വർക്കും അതിൻ്റെ ഒരു ടൈമും ലോനെ സംബന്ധിച്ച് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. പിന്നെ കൂടാതെ ICMSലുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഡെയിലി എക്സാം ഉണ്ട്. അപ്പോൾ ആ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ സീരിയസ് ആയിട്ട് ഇപ്പോൾ ഇന്നലെ എടുത്ത ടോപ്പിക്കാണ് നാളെ പരീക്ഷ എന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടേം എക്സാം നോക്കും. അപ്പോൾ വീണ്ടും ഇതേ കണ്ടന്റ് ഇങ്ങനെ റിപ്പീറ്റ് പോകുമ്പോൾ ഇത് കാണാതെ പഠിക്കലല്ല, ഇതൊരു സമയം വെച്ച് ഇതാക്കലല്ല. അപ്പോൾ ഇത്രയും ടൈംസ് ഒരാൾ ലോ പേപ്പേഴ്സിലൂടെ ഗോ ത്രൂ ചെയ്യുമ്പോൾ എന്താവും, ഓട്ടോമാറ്റിക്കായി ഒന്ന് പഠിച്ചിട്ടുണ്ടാവും. അതിനൊരു ഹാർഡ് വർക്ക് ആയിട്ടുള്ള ടൈം അങ്ങനെയൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ IQ ലെവലിലൊക്കെ പിന്നെ ടൈം എത്ര കൊടുക്കണം എന്നുള്ള അനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇതിൽ നമുക്കിങ്ങനെ എൻഡിങ്ങിലേക്ക് പോകാം. അതിൻ്റെ മുമ്പ് 2 കാര്യം കൂടെ എൻ്റെ മനസ്സിൽ വന്നു. ഒന്ന്, നമ്മൾ പഠിക്കാൻ വൃത്തിക്ക് പഠിച്ചു, ഓക്കെ, പഠിപ്പിക്കാൻ നല്ല അധ്യാപകരും നമ്മുടെ മെൻറ്റേഴ്സും എല്ലാം ചേർന്ന് പഠിപ്പിച്ചു. എന്നാലും എക്സാം എഴുതുക എന്നുള്ളൊരു സ്കില്ല് ഒരു പാർട്ടും കൂടെ ഉണ്ടല്ലോ. ഈ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് വിളിക്കുന്നത് കൊണ്ട് തന്നെ ഇത് അർത്ഥമാക്കുന്ന ഒരു ടൈം ബൗണ്ട് ആയിട്ട് ഇവർ പ്രസൻറ്റ് ചെയ്യണം. അത് എത്രമേൽ പ്രധാനമാണ്. അതിനായിരിക്കുമല്ലോ നമ്മുടെ ഈ ഡെയിലി എക്സാംസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. അനസാറേ, അതൊരു നമ്മൾ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്ത് പരീക്ഷ ഒന്നും ഇതുവരെ പ്രാക്ടീസ് ചെയ്ത് ഡയറക്റ്റ് മെയിൻ എക്സാമിന് പോയി കഴിഞ്ഞാൽ അവിടെ പല മിസ്റ്റേക്കുകളും നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്കുകളൊക്കെ മുൻകൂട്ടി കണ്ടെത്തി തിരുത്താനുള്ള ഒരു വഴിയാണ് സത്യം പറഞ്ഞാൽ ഡെയിലി എക്സാം അല്ലെങ്കിൽ 3 hours എക്സാമുകൾ കണ്ടക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് പ്രോബ്ലം ചെയ്യാൻ അറിയാത്തതോ അതല്ലെങ്കിൽ ക്വസ്റ്റ്യന് ആൻസർ അറിയാത്തതോ അല്ല പ്രശ്നം. പലപ്പോഴും ക്വസ്റ്റ്യൻ വായിച്ച് അത് ആൻസറിലേക്ക് എത്താനുള്ളൊരു പ്രശ്നമാണ്. അതും അതിലേക്കും എത്തണമെങ്കിൽ എന്ത് വേണം, ഡെയിലി എക്സാം ചെയ്ത് ഇങ്ങനെ ശീലിക്കണം. മറ്റേ നമ്മൾ ക്ലാസ്സിലൊരു ഫാക്കൽറ്റി ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫാക്കൽറ്റി എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടാവും, ഒരു അസിസ്റ്റൻസ് അവിടെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ എക്സാമിന് പോകുമ്പോൾ സമയത്ത് ഒരു അസിസ്റ്റൻസും കിട്ടാതെ നമ്മളെ സ്വമേധയെ ക്വസ്റ്റ്യൻ വായിച്ച്
നമ്മളതനുസരിച്ച് എഴുതിയിട്ടാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും മെയിൻ എക്സാമിന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും, അതിലൊരു സംശയവും നിങ്ങളെ സീക്രറ്റുകളൊക്കെ അങ്ങനെ പുറത്തു വിടണം. അല്ല വിഷു സാറേ, അതിൽ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു സാധനമേ, ഇപ്പം നമ്മളൊരു യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് എക്സാം എഴുതുകയാണ്, നമുക്കിത് ആദ്യം അറിയാം അടുത്ത ഡിസംബറിൽ ഞാനൊരു എക്സാം എഴുതാൻ പോകുന്നുണ്ട്. എന്നിരുന്നാലും ആ പരീക്ഷാ പേപ്പർ ഹാളിൽ കയറിയിരുന്ന് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഇന്ന സബ്ജക്റ്റ് എന്ന് കാണുമ്പോഴേക്ക് സംതിങ് ഉള്ളിൽ നിന്ന് പോകുന്നുണ്ട് അല്ലേ? അപ്പൊ അത് ലഘൂകരിക്കാൻ ഒറ്റ മാർഗം ഡെയിലി എക്സാംസ് തന്നെയാണ്. എക്സാംസ് എഴുതുക എന്നുള്ളതാണ്, അത് ഫെമിലിയർ ആവുക എന്നുള്ളത്. ഓക്കെ, ഇനി വേറെ ഒന്നും കൂടെ 2 കാര്യം എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ കാര്യം എക്സാം ഒക്കെ എഴുതി ക്വാളിഫൈ ചെയ്തു. ക്വാളിഫൈ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നോളജ് അവർക്ക് ഉണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ കുറഞ്ഞ കാലാവധിയിൽ അവർ ഇൻറ്റേൺഷിപ്പ് ഒക്കെ ചെയ്ത ആളുകളാണെങ്കിൽ അതുമുണ്ട്. ബട്ട് എന്നിട്ട് പോലും ഇൻഡസ്ട്രിയിലേക്ക് ഫിറ്റ് ആവാത്തതിൻ്റെ കാരണങ്ങൾ, ഫിറ്റ് ആവുന്ന കുട്ടികളുമുണ്ട്, റയർ ആണെങ്കിലും സോഫ്റ്റ് സ്കില്ലുകളുടെ കാര്യം, ഇത് എത്രമേൽ നിർബന്ധമാണ് നമ്മുടെ ക്യാമ്പസിലൊക്കെ? ഈ ചോദ്യം തന്നെ വേറെ രസകരമായ ചോദ്യം എനിക്ക് കിട്ടിയത്. അല്ല സാറേ, ചിലവർക്കൊക്കെ തോന്ന ശമ്പളം, ചിലർക്ക് വേറെ ക്വാളിഫൈ ചെയ്ത പലർക്കും പല ശമ്പളം. സാറേ നിങ്ങൾ പറഞ്ഞ ക്വസ്റ്റ്യന് ഇൻഡസ്ട്രിയിലേക്ക് ഫിറ്റ് ആവാതെ എന്നുള്ള ആ ടേം ഒഴിവാക്കിയിട്ട് ഈ ഒരു ടേം യൂസ് ചെയ്യുന്ന ഒത്തിരി കൂടെ നന്നാണ്. പലർക്കും പല ശമ്പളം. ചില ആളുകൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും, ചില ആളുകൾക്ക് ടൈം പിടിക്കും ഒരു ഫസ്റ്റ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ല ഇതുണ്ട്, മറുപടി ഇർഷാദ് സാർ പറഞ്ഞു കഴിഞ്ഞു. മറുപടി സോഫ്റ്റ് സ്കിൽ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയായിരിക്കും സോഫ്റ്റ് സ്കില്ലിൽ? നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, പിന്നെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റണം. ആളുകളെ കാണുമ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ പോയിട്ട് അമ്പരന്ന് നിൽക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ ഇവിടുത്തെ സ്റ്റുഡൻസിന് ഇങ്ങനെ സോഫ്റ്റ് സ്കിൽ എൻഹാൻസ്മെൻറ്റിനുള്ള അത്തരം പ്രോഗ്രാംസൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ CMA ഫൈനലിന് ഇപ്പോൾ നമ്മൾ കോംകോർ എന്നുള്ള പേരിൽ എല്ലാം ഇൻഡസ്ട്രി എക്സ്പേർട്സിന് ട്രെയിനിങ് പ്രോഗ്രാമാണ്. നല്ല ഇന്റൻസീവ് ആയിട്ട് കുട്ടികൾക്ക് നല്ല അഭിപ്രായം. അതെ, അത് സ്റ്റുഡൻസിനും കൂടെ നല്ല ഇൻവോൾവ്മെന്റ് ഉള്ള രീതിയിലാണ് നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ പ്രാവശ്യത്തെ CMA ഫൈനൽ ബാച്ചിലെ സ്റ്റുഡൻസ് എല്ലാം എടുക്കുകയും ചെയ്തു. അതെ, കുട്ടികൾ വളരെയധികം അപ്ഡേറ്റഡ് ആവും. അതായത് ഒരു CA CMA CS-ൻ്റെ ഒക്കെ എൻഡ് ടൈലിൽ അവർ നല്ല കമ്മ്യൂണിക്കേഷന് അവരെ ക്യാമ്പസ് അവരെ ഫിറ്റ് ആക്കണം. അതിനൊക്കെ ക്യാമ്പസ് ആവശ്യം വരും അല്ലേ? അതേപോലെ തന്നെ നല്ലൊരു എന്താ പറയുക, 1-to-1 കണക്ട് ചെയ്യാൻ പറ്റണം. പരസ്പരം സംസാരിച്ചിട്ട് അത് ക്ലാരിറ്റി അങ്ങ് അപ്പുറത്തുള്ള ഒരാൾക്ക് കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക, അതുപോലെ പ്രസന്റ് ചെയ്യാൻ സാധിക്കുക, ഇതൊക്കെ ഒരു സ്കില്ലാണ്. അതോടൊപ്പം നിരന്തരം ഇവരെ ഭാഗത്തുനിന്നും കൂടി അതിനുള്ള ശ്രമം വേണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരാൾ ഈ സോഫ്റ്റ് സ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലേ, നമ്മൾ ഒരാൾക്ക് അങ്ങനെ ICMS നടത്തിയ പ്രോഗ്രാമിൽ തന്നെ ഉള്ളൊരു വ്യത്യസ്തമായിട്ടുള്ള സമീപനം എന്താ വെച്ചാല്, ഈ പ്രോഗ്രാം 10 ദിവസം നമ്മൾ നടത്തി. ഈ 10 ദിവസം നടത്തിയതും നടത്തുന്നത് കുട്ടികളാണ്. 10 ടീമാണ്. ഈ ടീമുകളിൽ നിന്നുള്ള ബെസ്റ്റ് പെർഫോമർ ഉണ്ട്, ഇതിലെ ബെസ്റ്റ് ടീം ഉണ്ട്. അപ്പൊ ഇതിൽ തന്നെ ഇവരുടെ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കോലത്തിലുള്ള ഒരു ഡിസൈനിലാണ് നമ്മളിത് ചെയ്തെന്നുള്ളത് പറഞ്ഞതിലേ. ഗസ്റ്റ് വരുന്ന അവിടുന്ന് അവരെ റിസീവ് ചെയ്യുന്ന മുതൽ അവർ പറഞ്ഞയക്കുന്ന വരെ ഡ്യൂട്ടീസ് ചെയ്ത കുട്ടികളാണ്. ഇന്റർപേഴ്സണൽ സ്കില്ല് റൈറ്റ്. അത് സാധാരണ ഇതിൽ ക്യാമ്പസുകളിൽ കുട്ടികൾ ഈ ഔട്ട്റീച്ച് ആക്ടിവിറ്റീസ് ഏറ്റെടുക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്, ബുക്കിൽ ഒരു കിട്ടുന്ന ഒരു കാര്യമല്ല താനും. ഓക്കെ, സോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അവസാനമായിട്ട് ഒരു ക്യാമ്പസ് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തുകൊണ്ട് ഒരു കുട്ടിക്ക് അത്യാവശ്യമാണ്? അതിനാർക്കും ഉത്തരം പറയാൻ പറ്റും? അത്യാവശ്യമാണെന്ന് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാല്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എന്താ വെച്ചാല് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് സ്വന്തമായിട്ട് ഇരുന്ന് പഠിച്ച് പാസ്സാവാൻ പറ്റും. പാസ്സായവരുണ്ട്, വെരി റയറാണ്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, നല്ല കോച്ചിങ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ഡിഗ്രി കഴിഞ്ഞവർക്കാണെങ്കിൽ അവരുടെ ഒരു ക്യാമ്പസ് ഫീൽ മിസ്സാവാത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടുത്തെ റിസൾട്ട്, പഴയ റിസൾട്ട് കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ പഴയ കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുന്നത് ഒരു സംശയം വേണ്ട, അത് ആ കുട്ടിയുടെ പഠനത്തിൽ, ആ കുട്ടിയുടെ കഴിവിൽ ഉപരിയായിട്ട് തീർച്ചയായിട്ടും ഇത് സ്വാധീനിക്കുന്ന വിഷയമാണ്. പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ട് അതിനെ കോൺട്രഡിക്ട് ചെയ്യും.
കാര്യം എന്താ വെച്ചാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലൊരു ക്യാമ്പസിൽ വന്ന് കുട്ടി പഠിക്കുക എന്ന് പറയുമ്പം അവന് അവിടെ ഒരു കമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. അതാണ് അത് നമുക്ക് എങ്ങനെയൊക്കെ പറഞ്ഞാലും പരസ്പരം ഒന്നിച്ചിരുന്ന് പഠിക്കുമ്പോഴും അതേപോലെ ഇത്തരം ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോഴും ഇവൻ്റെ ഒരു എന്താ പറയുക ഈ ഒരു എക്കോസിസ്റ്റത്തിൽ ഇവൻ എത്തുന്നില്ല. പേപ്പർ പാസ്സായിട്ട് മാത്രം പേപ്പർ പാസ്സായിട്ട് മാത്രം കാര്യമല്ലല്ലോ, അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യം തന്നെയാണ്. കോഴ്സ് ക്വാളിഫൈ ചെയ്ത ആളുകളൊക്കെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. നമ്മളെ അലുമിനി എല്ലാം ഇപ്പോൾ പുറത്ത് UAE അലുമിനി, അതേപോലെ സൗദി അറേബ്യ, ഇതെല്ലാം നല്ല ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോഴ്സ് പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അതിന് ശേഷമാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ ഓൾറെഡി ക്വാളിഫൈ ചെയ്ത ആളുകൾക്കും ഇത് പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോം നമ്മൾ ഡെലിബറേറ്റ്ലി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലെല്ലാം ക്ലാസ് ആണെന്നുണ്ടെങ്കിലും ഈ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇതിന് ശേഷം ഇവരെ പേഴ്സണൽ ലൈഫിലും അതേപോലെ കരിയറിലും ഇവർക്ക് ആവശ്യമുള്ള ഈ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റി എല്ലാം ഉണ്ടാവുന്നതിന് ICMS പോലുള്ളൊരു ക്യാമ്പസ് നല്ലതാണ്, അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ഒരു പോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. ഒരു സാധനം കൂടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ഇപ്പോൾ എല്ലാ രക്ഷിതാക്കളും ഇപ്പോൾ നമ്മളൊക്കെ ഇത് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇതിൻ്റെ ഒരു അവയർനെസ്, ഇതിൻ്റെ റൈറ്റായിട്ട് ഇൻഫോർമേഷൻസ് നമുക്ക് കൊടുക്കാനുണ്ട്. ഒരുപാട് ആളുകൾ ഇത് നിരന്തരം ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മാസിനെ അഡ്രസ്സ് ചെയ്യാനാണ് നമ്മളൊരു ടോക്ക് നടത്തിയത്. ഇതിനകത്ത് ഡിഗ്രി കഴിഞ്ഞ കുട്ടികളും +2 കഴിഞ്ഞ കുട്ടികളൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്തു. 10 കഴിഞ്ഞ റയർ ആണെങ്കിൽ പോലും ആളുകൾ രക്ഷിതാക്കൾ ചോദിക്കാറുണ്ട് CA-CMAയിലേക്ക് വരാൻ പറ്റുമോ? ഇൻ്റഗ്രേറ്റഡ് കൊമേഴ്സ് സ്കൂൾ നമുക്ക് ICMSനും അത് ചെയ്യുന്നുണ്ട്. സർ, അതിൻ്റെ ഒരു കാഴ്ച എന്താണ് 10 കഴിഞ്ഞിട്ട്? നോർമലി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ +2 കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഈ ഒരു കൊമേഴ്സ് ഫീൽഡിലേക്കുള്ളൊരു എൻട്രി ഉണ്ടായിരുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ +2 കൊമേഴ്സ് എടുക്കുന്ന കുട്ടികൾ പോലും അവർ +2ൻ്റെ അവസാന കാലഘട്ടത്തിലാണ് അവർ ഈ കോഴ്സിനെ കുറിച്ച് അറിയുന്നതും ഇതിലേക്ക് ഒരു താല്പര്യത്തിൽ വരുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തുന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇത്രയും കുട്ടികൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് അവയർനെസ് കൊടുത്ത് +1 മുതൽ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് മോൾഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ നമ്മളൊരു ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. +1 കഴിഞ്ഞു, ഇനി ഈ വർഷം മുതൽ നമ്മൾ +2ലും കൂടി കടക്കുകയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ലക്ഷ്യമാക്കുന്നത് +2 കഴിയുന്നതോട് കൂടി തന്നെ അവർ ഇതിൻ്റെ ഒരു എൻട്രി ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഒരു അക്കാദമിക് പ്ലാനിങ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മുടെ പുതിയ ബാച്ച് അടുത്ത മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഒരു എർലി എക്സ്പ്ലോഷർ അവർക്ക് കിട്ടിയെന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. പല പാരൻസിന്റെ ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ട്. അതായത് കൊമേഴ്സ് അറിയുന്ന കുട്ടികള്, കൊമേഴ്സ് അറിയുന്ന പാരൻസ് ബിസിനസ് ഇങ്ങനത്തെ തന്നെ മക്കളെ പറഞ്ഞേക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അത് എൻജിനീയറിങ്ങും മെഡിസിനൊക്കെ പോകുന്ന കുട്ടികൾ +1 +2ൻ്റെ കൂടെ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലല്ലോ എന്നുള്ളൊരു പല പാരൻസിൻ്റെ അന്വേഷണം. ആ അന്വേഷണം അവസാനിക്കേണ്ടത് ഇത്തരം ക്യാമ്പസാണ്. അതിന് ICMS കഴിഞ്ഞ വർഷം മുതൽ മാത്രമല്ല മുഷരീഫ് സാറേ, നമ്മൾ ഈ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ പറഞ്ഞാൽ ഫുൾ ടൈം പഠനം. അവർക്ക് ആർട്സ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, സ്കൂളുകളിൽ എല്ലാ സംഗതിയും ഉണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടി കൊടുക്കുന്നുണ്ട്. അക്കാഡമിക്സിൽ നമ്മൾ ഇതിലൊരു ഊന്നൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഏതായിരുന്നാലും ഈ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ഇപ്പോൾ അവസാനം പറഞ്ഞു വെച്ചു. 10 കഴിഞ്ഞവർക്കും അത് ഉപകാരപ്പെടും. എവിടെ തുടങ്ങണം നമ്മൾ പറഞ്ഞു. +2 കഴിഞ്ഞവരുടെ ഒരു ജേണിയാണ് റൈറ്റ് ജേണി എന്ന് നമ്മൾ പറഞ്ഞു. ഡിഗ്രി കഴിഞ്ഞവർക്ക് ഇൻ്ററിലേക്ക് കടക്കാമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന ആളുകളെ സംബന്ധിച്ചോളം സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് കൂടുതലൊന്നും ആഡ് ചെയ്യാൻ തൽക്കാലം ഇല്ല എന്ന് വിചാരിക്കുന്നു. ഏതായിരുന്നാലും +2 ഡിഗ്രി പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾക്കൊക്കെ കൊമേഴ്സിൻ്റെ വേൾഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ICMSൻ്റെ പ്ലാറ്റ്ഫോംസ് ഇറ്റ് ഈസ് ഓൾവേസ് ഓപ്പൺ ഹിയർ. എല്ലാവർക്കും ഇത് സംബന്ധിച്ച കൂടുതലായിട്ടുള്ള വിവരങ്ങൾക്കൊക്കെ ICMSൻ്റെ മലപ്പുറം, കോട്ടക്കൽ, മഞ്ചേരി ക്യാമ്പസുകൾ സദാസമയം അവൈലബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വി ആർ വൈൻഡിങ് അപ്പ്. താങ്ക് യു ഫോർ വാച്ചിങ് അസ്. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.